ഞാനൊരു അമിത ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് എല്ലാവർക്കും ഷബു. ഹായ് 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 എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മള് ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് പേജ് നമ്പർ സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3, അതായത് ആത്മാർത്ഥമായി അത്തരമൊരു നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ എല്ലാ തരത്തിലുള്ള ഗണനീയമായ കാര്യങ്ങളും അതിനെ പിന്തുടർന്ന് വന്നെത്തി. അതായത് നമ്മളുടെ സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറായപ്പോൾ അതിനെ പിന്തുടർന്ന് പല കാര്യങ്ങളും വന്നെത്തി. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്കൊരു പുതിയ യജമാനനുണ്ടായി എന്നുള്ളത്. അപ്പോ അങ്ങനെ ഇപ്പൊ ഒരു പുതിയ യജമാനനുണ്ടായപ്പോൾ അദ്ദേഹം നമുക്ക് കുറച്ച് ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നു. അങ്ങനെ ഒന്നാമത്തെ കാര്യമാണ് അദ്ദേഹത്തോട് സമീപവർത്തിയായിരിക്കുകയും അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിർവഹിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താണ്? സർവശക്തനായ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് അത്തരമൊരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നിസ്സാരങ്ങളായ പ്ലാനുകളിലും കളമൊരുക്കലുകളിലും സാവധാനത്തിൽ താല്പര്യം കുറഞ്ഞവരായി തീർന്നു. അടുത്തതാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് നോക്കുന്നതിന് ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി തീർന്നു. അടുത്തത് എന്താണ്? ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങൾ അറിഞ്ഞപ്പോൾ മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരായി തീർന്നപ്പോൾ ഇന്നിനെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചും ഉള്ള ഭയം ഞങ്ങൾ വിട്ടൊഴിഞ്ഞു. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. അപ്പോ മൂന്നാമത്തെ പടിയിൽ അവിടെ നമ്മളോട് പറയാണ് നമ്മൾ പുനർജനിക്കപ്പെട്ടു എന്നുള്ളത്. അതിനുശേഷം ആണ് നമ്മള് മൂന്നാമത്തെ പടിയുടെ പ്രാർത്ഥന. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ, അവിടെയും സെൽഫിഷിനെ കുറിച്ച് പറഞ്ഞു, കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയായി നിറവേറ്റും. എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്ന സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. അപ്പൊ നമ്മൾ സെൽഫിഷ്നെസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൈ വില്ലിൽ നിന്ന് ഗോഡ് വില്ലിലേക്ക് പോകുന്ന ഒരു പാതയിൽ എത്തിയേക്കാണ്. അപ്പൊ പുനർജനിക്കപ്പെട്ടു എന്ന് നമ്മൾ അവിടെ കാണുകയും ചെയ്തു. അപ്പോ പഴയ ഷിബു അല്ല, പുതിയ ഷിബു, പഴയ ആളല്ല, പുതിയ ആളാണ്. അപ്പോ അവിടെ അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഭാര്യ അല്ലെങ്കിൽ നല്ല സുഹൃത്ത്, അങ്ങനെ ആധ്യാത്മികതയിലുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് നമ്മള് ഇതിനെക്കുറിച്ച് ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നും എന്നാൽ ദൈവത്തോട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതായിരിക്കും ചിലപ്പോഴൊക്കെ നല്ലതെന്നും കണ്ടതിന് ശേഷം പറയുകയാണ് നെക്സ്റ്റ്, അതായത് പിന്നീട്. എന്താണ് അവിടെ നെക്സ്റ്റിന്റെ ഒരു ഇതെന്ന് വെച്ചാല് അടുത്തതായി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അനന്തരമായി, അല്ലെങ്കിൽ തുടർന്ന്, അല്ലെങ്കിൽ മൂന്നാം പടിക്ക് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ് നെക്സ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വി ലോഞ്ച്ഡ് ഔട്ട് ഓൺ എ കോഴ്സ് ഓഫ് വിഗ്രസ് ആക്ഷൻ എന്നാണ്. അതായത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയിന്മേൽ ഊന്നിയാണ് പിന്നെ മുന്നോട്ട് പോയത്. എന്താണ് ഈ വിഗ്രസ് ആക്ഷൻ? വിഗ്രസ് ആക്ഷൻ എന്ന് പറയുന്നത് 4-ാം പടി മുതൽ 9-ാം പടി വരെയുള്ള നമ്മുടെ പടിയുടെ കാര്യമാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പം സ്റ്റെപ്പ് 4 നമുക്കറിയാം, അതൊരു ഹൗസ് ക്ലീനിങ് ആണ്. അപ്പൊ ഞാൻ ആ ഭാഗം വായിക്കാം. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമായ പ്രവൃത്തിന്മേൽ ഊന്നിയാണ്. അതിന്റെ ആദ്യത്തെ പടി ഞങ്ങൾ അധികം പേര് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. അപ്പോ ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കുവാനും നേരിടുവാനുമുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം എത്ര പ്രധാനവും നിർണായകമായിരുന്നുവെങ്കിലും അവയ്ക്ക് സ്ഥായിയായ ഒരു ഫലമുണ്ടാകുമായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ടായിരുന്നു. ഇവിടെ 4-ാം പടിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ്, അതിനകത്ത് ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എന്താണ്? പേഴ്സണൽ ഹൗസ് ക്ലീനിങ് ആണ്. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഒരു വീട് വൃത്തിയാക്കുകയാണ്. അപ്പോ ഇംഗ്ലീഷ് ബുക്കിൽ അതിനകത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിച്ച് മെനി ഓഫ് us had never attempted. അതായത് നമ്മൾ ഇതിനു മുന്നിൽ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രമിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ്
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഹൗസ് ക്ലീനിങ്ങിന് ശ്രമിക്കുന്നത്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ബുക്ക് പറയുന്നത് ഈ പ്രവൃത്തി അതിന്റെ മുന്നിൽ ആരും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ദോ അവർ ഡിസിഷൻ വാസ് എ വൈറ്റൽ ആൻഡ് ക്രൂഷ്യൽ. രണ്ട് കാര്യമാണ് വൈറ്റൽ. എന്താണ് വൈറ്റൽ? നമുക്കറിയാം, നഴ്സുമാരൊക്കെ വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എടുക്കും, പൾസ് എടുക്കും, അവരുടെ ശ്വാസോച്ഛ്വാസം റെസ്പിറേഷൻ എടുക്കും, ബ്ലഡ് പ്രഷർ എടുക്കും, ഓക്സിജൻ സാച്ചുറേഷൻ ഒക്കെ എടുക്കും ഞങ്ങൾ. അപ്പൊ എന്താണ്, ഒരു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറ്റൽ ആ വാക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന ഒരു അംഗത്തിന്റെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 4. ഈ വൈറ്റൽ എന്ന വാക്ക് പിന്നീട് സ്റ്റെപ്പ് 5-ലും BW ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് വൈറ്റൽ? നിങ്ങൾക്ക് ജീവൻ നിലനിർത്തണമോ? എന്നോട് ചോദിക്കുകയാണ്, ഷിബു നിനക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നീ സ്റ്റെപ്പ് 4 എടുക്കാൻ തയ്യാറാകണം. അപ്പോ അവിടെ നമ്മളെ തടഞ്ഞു നിർത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അതിനെ നേരിടണം. അതിനെന്താണ് അവർ പറയുന്നതെന്ന് വെച്ചാല്, ഇറ്റ് വുഡ് ഹാവ് ലിറ്റിൽ പെർമനന്റ് എഫക്ട് അൺലെസ് അറ്റ് വൺസ് ഫോളോഡ് ബൈ എ സ്ട്രെസ്നെസ് എബൌട്ട് ടു ഫേസ് ആൻഡ് ടു ബി റൈഡ് ഓഫ് ആൻഡ് തിങ്സ് ഓഫ് അവർസെൽഫ് വിച്ച് ഹാഡ് ബീൻ ബ്ലോക്കിംഗ് അസ്. അപ്പൊ അവിടെ തടഞ്ഞു നിർത്തുന്ന പല കാര്യങ്ങളും നമ്മൾ ശക്തമായ ചില ശ്രമങ്ങളിലൂടെ നേരിടണം, ഉപേക്ഷിക്കണം. എന്താണ് സ്റ്റെപ്പ് 4 എടുക്കുമ്പോൾ തടഞ്ഞു നിർത്താനുള്ള കാരണങ്ങൾ ഉണ്ടാകുക? ഒന്നൊരു ഭയമാണ്. എന്തുകൊണ്ട് ഞാൻ ഒരു സ്റ്റെപ്പ് 4 എടുക്കണം? എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ മറ്റൊരാളോട് തുറന്ന് സമ്മതിക്കണം? അതൊരു ഭയമാണ്. അതായത് എൻ്റെ ഭൂതകാലത്തിലേക്ക് എനിക്ക് നോക്കാൻ തയ്യാറാകാത്ത ഒരു ഭയം എന്നെ ചുറ്റി വളയാൻ തയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു വസ്തുത ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഈ സാധനം ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക? എല്ലാവരും സ്റ്റെപ്പ് 4 എന്ന് പറയുന്നുണ്ട്. എങ്ങനെ എനിക്കൊന്ന് തീർത്തെടുക്കാൻ സാധിക്കും? മൂന്നാമത്തെ കാര്യം ഓവർവെൽമിങ് എന്നാണ് പറയുക. അതായത് വളരെ വിപുലമായ ആഴത്തിലുള്ള ഒരു കഥ എഴുതുക, അല്ലെങ്കിൽ ഒരു ആത്മകഥ എഴുതുക എന്നുള്ള രീതിയിൽ പലരും ഇത് ചിന്തിക്കാറുണ്ട്. അതായത് എൻ്റെ ലൈഫ് സ്റ്റോറി, ഷിബു ഞാൻ ജനിച്ചത് മുതൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു ആത്മകഥ എഴുതുക എന്നുള്ള രീതിയിലാണ് പലരും ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല സ്റ്റെപ്പ് 4 ഉദ്ദേശിക്കുക. നമ്മൾ ഭയപ്പെടേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട, വളരെ കുഴപ്പം പിടിച്ച ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു ലിസ്റ്റാണ്. അതായത് നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്ന ലിസ്റ്റ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ക്യാരക്ടർ ഡിഫക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യക്തി വൈകല്യങ്ങളെ കുറിച്ച് പല രീതിയിലാണ് ഒരേ അർത്ഥം വരുന്ന പല വാക്കുകളാണ് BW ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടർന്ന് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഭയം കൂടാതെ വളരെയധികം വിപുലമായ ആഴത്തിലുള്ള ഒരു കഥ എഴുതുന്ന മാതിരി അല്ലാതെ, ഒരു കുഴപ്പം പിടിച്ച ഒരു കേസല്ലാതെ നമുക്ക് ഈ സ്റ്റെപ്പ് 4-നെ കാണാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ ചിലർ ചിന്തിക്കാറുണ്ട്, ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും മീറ്റിങ്ങിന് ഷെയർ ചെയ്യുന്നുണ്ട്, എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഇപ്പോഴുള്ളതൊക്കെ ഞാൻ എടുത്തു പറയുന്നുണ്ട്, എന്തുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഭൂതകാലത്തിലേക്ക് കടന്നു പോകണമെന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവിടെ വൈറ്റൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതൊരു ലൈഫ് സപ്പോർട്ടിങ് സ്റ്റെപ്പാണ്. ഇത് നമ്മളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മർമ്മ സ്നാനത്തിലുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോ റോമിൽ വന്നെങ്കിൽ അടുത്ത ഞങ്ങൾ ഒരു വ്യക്തിപരമായ കണ്ടെത്തൽ നടത്തുക. അവിടെ മുതലൊന്ന് വായിക്കോ, പേജ് നമ്പർ 63. ഞങ്ങൾ ഒരു വ്യക്തിപരമായ കണ്ടെത്തൽ. ഞങ്ങൾ ഒരു വ്യക്തിപരമായ കണ്ടെത്തൽ നടത്താൻ തുടങ്ങി. ഇത് 4-ാമത്തെ പടിയായിരുന്നു. കൃത്യമായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കാത്ത ഒരു ബിസിനസ് പൊളിഞ്ഞു പോകുന്നു. വാണിജ്യപരമായ ഒരു കണ്ടെത്തൽ നടത്തുക എന്ന് വെച്ചാൽ വസ്തുതകൾ കണ്ടെത്തലും വസ്തുതകളെ അഭിമുഖീകരിക്കലും എന്ന പ്രക്രിയയാണ്. വാണിജ്യത്തിൽ ഉൾപ്പെട്ട കരുതൽ ശേഖരത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണ്. വിൽക്കാനാകാത്തതും നശിച്ചതുമായ സാധനങ്ങൾ കൃത്യമായും വിഷമം കൂടാതെയും ഉപേക്ഷിക്കലാണ് ഒരു ലക്ഷ്യം. ബിസിനസിന്റെ ഉടമയ്ക്ക് വിജയിക്കണമെങ്കിൽ മൂല്യങ്ങളെക്കുറിച്ച് തന്നെത്താൻ വിഡ്ഢിയാകപ്പെടാൻ അയാൾക്കും കഴിയില്ല. അപ്പൊ ആ പാരഗ്രാഫിൽ എന്താ പറയാ? അതിന് തൊട്ട് മുന്നിലുള്ള പാരഗ്രാഫിലെ 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്,
ഞങ്ങളുടെ തീരുമാനം അത്ര പ്രധാനവും നിർണായകമായിരുന്നെങ്കിലും അവയ്ക്ക് സായ ഫലം ഉണ്ടാക്കുമായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അപ്പോ അവർ ലിക്വർ വാസ് ബട്ട് സിംറ്റംസ്. അതൊരു പ്രശ്നമായിരുന്നില്ല, പക്ഷെ ഒരു ലക്ഷണമായിരുന്നു. സോ വി ഹാഡ് ടു ഗെറ്റ് ഡൗൺ ടു കോസസ് ആൻഡ് കണ്ടീഷൻസ്. എന്താണ് കോസസ് ആൻഡ് കണ്ടീഷൻസ്? നമ്മുടെ ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ, അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും പോകണമെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മുടെ സ്വഭാവത്തിലെ അപാകതകളിലേക്ക് നമ്മൾ ആഴ്ത്തിറങ്ങി ചെല്ലേണ്ടതുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഞങ്ങൾ ഒരു വ്യക്തിപരമായ കണ്ടെത്തൽ നടത്താൻ തുടങ്ങി. അത് 4-ാമത്തെ പടിയായിരുന്നു. പിന്നീട് ഇവര് പറയുന്നത് ഇതൊരു ബിസിനസ്സിന് കാരനയിലേക്ക് ഉപമിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഷൂ ബിസിനസ്സോ എന്തെങ്കിലും ഒരു ബിസിനസ്, ഇപ്പൊ എന്റെ അളിയനൊരു കടയുണ്ടായിരുന്നു, അത് സ്റ്റേഷനറി കടയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഓരോ സീസണും ആകുമ്പോൾ പഴയ സ്റ്റോക്കുകൾ വീണ്ടും പരിശോധിക്കും. അപ്പൊ ഇതിന് ഇവിടെ പറയാണ് ബിസിനസ് വിച്ച് ടേക്സ് നോ റെഗുലർ ഇൻവെന്ററി യൂഷ്വലി ഗോസ് ബ്രോക്ക്. അതായത് ഒരു സ്ഥിരമായ കണ്ടെത്തലുകൾ ദിവസം തോറുമുള്ള അല്ലെങ്കിൽ സജീവമായിട്ടുള്ള ഒരു കണ്ടെത്തലുകളുടെ ബിസിനസ് നടത്തിയില്ലെങ്കിൽ ആ ബിസിനസ് പൊളിഞ്ഞു പോകും. വാണിജ്യപരമായ ഒരു കണ്ടെത്തൽ നടത്തുക എന്ന് വെച്ചാൽ വസ്തുതകൾ കണ്ടെത്തലുകളും വസ്തുതകളെ അഭിമുഖീകരിക്കലുമാണ്. എന്താണ് വസ്തുതകൾ കണ്ടെത്തലും വസ്തുതകൾ അഭിമുഖീകരിക്കലും? അതായത് ഫാക്ട് ഫൈൻഡിങ് ആൻഡ് ഫാക്ട് ഫേസിങ് പ്രോസസ്. ഫാക്ട് ഫൈൻഡിങ് എന്ന് വെച്ചാൽ സെർച്ചിങ് ആണ്, നമ്മൾ നമ്മുടെ അപാകതകൾ കണ്ടെത്തുക. ഫാക്ട് ഫേസിങ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്, ഭയം കൂടാതെ നമ്മൾ ആ വസ്തുതകളെ അഭിമുഖീകരിക്കുക. അപ്പോൾ വസ്തുതകൾ കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെർച്ചിങ് എന്ന് നമ്മൾ 4-ാം പടിയിൽ പറയുന്ന കാര്യമാണ്. വസ്തുതകൾ അഭിമുഖീകരിക്കൽ എന്ന് പറഞ്ഞാൽ ഫിയർലെസ്, ഭയം കൂടാതെയും നമ്മുടെ ആത്മീയ നിലവാരത്തെ വിലയിരുത്തി എന്ന് പറയുന്നതിന്റെ വാക്കുകളുടെ 2 അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വാണിജ്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ ശേഖരത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ള ശ്രമമാണിത്. അപ്പം എന്താണ് വിറ്റഴിഞ്ഞു പോകേണ്ടത്, എന്താണ് വിറ്റഴിച്ചു പോകാത്തത്, ഏതാണ് എനിക്ക് കൂടുതൽ ഇവിടെ കെട്ടിക്കിടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ആ സ്റ്റോക്ക് എടുത്ത് പരിശോധിക്കുന്നത്. അപ്പം വിൽക്കാനാകാത്തതും നശിച്ചതുമായ സാധനങ്ങൾ കൃത്യമായും വിഷമം കൂടാതെ ഉപേക്ഷിക്കലാണ് ഒരു ലക്ഷ്യം. അവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്: കൃത്യത, വിഷമം കൂടാതെ. അതായത് നമ്മളിവിടെ എടുക്കുന്ന നമ്മുടെ സ്റ്റോക്ക് എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സ്, സ്വഭാവത്തിലെ വൈകല്യങ്ങളെല്ലാം വളരെ പ്രോംപ്റ്റ്ലി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. പ്രോംപ്റ്റ്ലി എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഒരു വിഷമം കൂടാതെ അത് കണ്ടുപിടിച്ചു. ബിസിനസിന്റെ ഉടമയ്ക്ക് വിജയിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് തന്നെ വിഡ്ഢിയാക്കാൻ അയാൾക്കും കഴിയില്ല. അതായത് if the owner of the business is to be successful, he cannot fool himself about values. അതായത് മൂല്യമില്ലാത്ത വസ്തുക്കള് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമില്ലാത്ത വസ്തുക്കൾ കടയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അയാൾ സ്വയം ഫൂളാക്കുകയാണ്. അപ്പൊ അങ്ങനെ സാധാരണ രീതിയിൽ ഒരു നല്ല ബിസിനസ് ഉടമ ചെയ്യാറില്ല. അയാൾ കൃത്യമായിട്ടും വിഷമം കൂടാതെയും യാതൊരു സങ്കടവും ഇല്ലാണ്ടും ആ സാധനങ്ങളെല്ലാം എടുത്തു കളയാനായിട്ട് അയാൾ ശ്രമിക്കുകയും എന്നാൽ വില പിടിച്ച സാധനങ്ങൾ അവിടെ വെക്കുകയും തുടർന്ന് ബിസിനസ് കൊണ്ടുപോവുകയും ചെയ്യുന്ന എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ്സുകാരനോടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് 4-ലെ നമ്മളുടെ ഈ ക്യാരക്ടർ ഡിഫക്ട്സ് കണ്ടുപിടിക്കുന്നതിന് ബിൽ ഡബ്ല്യു ഉപമിച്ചിരിക്കുന്നത്. അടുത്ത വായിക്കാമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും അത് തന്നെയാണ് ചെയ്തത്. ഞങ്ങളുടെ സ്റ്റോക്ക് എടുക്കൽ സത്യസന്ധമായി ഞങ്ങൾ നിർവഹിച്ചു. ആദ്യമായി ഞങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ അന്വേഷിച്ചു. പല രീതിയിൽ പ്രകടമാക്കപ്പെട്ടിരുന്ന സ്വാർത്ഥതയായിരുന്നു ഞങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നത് എന്ന് ബോധ്യമായിട്ട് അതിന്റെ സർവ്വസാധാരണമായ വിവിധ രൂപങ്ങൾ പരിഗണിച്ചു. അതായത് we did exactly the same thing with our lives. അതായത് ഈ വാണിജ്യത്തിലെ ഒരു ബിസിനസ്സുകാരൻ ചെയ്ത അതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യാൻ തുടങ്ങി. വി ടുക്ക് സ്റ്റോക്ക് ഹോണസ്റ്റ്ലി, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ പരിശോധിച്ചു. പിന്നീട് ആദ്യമായി ഞങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായ തീരുമാനങ്ങളിലെ വൈകല്യങ്ങൾ അന്വേഷിച്ചു. ഫസ്റ്റ് വി സെർച്ച്ഡ് ഔട്ട് ദ ഫ്ലോസ് ഇൻ അവർ മേക്കപ്പ്. ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകല്യം എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ ഒരു ക്യാരക്ടർ ഡിഫക്ട്സിന് പകരം ബിൽ ഡബ്ല്യു ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് ഫ്ലോസ് ഇൻ അവർ മേക്കപ്പ് വിച്ച് കോസ്ഡ് അവർ ഫെയിലിയർ. അതായത് നമ്മളുടെ പരാജയത്തിലേക്ക് നയിച്ച പല ക്യാരക്ടർ ഡിഫക്ട്സിനെ കുറിച്ചും നമ്മൾ അല്ലെങ്കിൽ പരാജയത്തിലേക്ക് നയിച്ച നമ്മുടെ
പല ക്യാരക്ടർ ഡിഫക്ട്സിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു. ബീയിങ് കൺവിൻസ്ഡ് ദാറ്റ് സെൽഫ് മാനിഫെസ്റ്റഡ്, അതായത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇന്ദ്രിയ ഗോചരമായ അല്ലെങ്കിൽ തെളിവുള്ള വേരിയസ് വേസ് വാസ് ഹാർഡ് ഡിഫീറ്റഡ് അസ്. അപ്പം ആദ്യമായി ഞങ്ങളുടെ പരാജയങ്ങൾ കാരണമായി പല രീതിയിൽ പ്രകടമാക്കപ്പെട്ടിരുന്ന സ്വാർത്ഥതയായിരുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നത് എന്ന് ബോധ്യമായിട്ട് അതിന്റെ സർവ്വസാധാരണ വിവിധ രൂപങ്ങൾ പരിഗണിച്ചു. അപ്പൊ ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കണം, ബീയിങ് കൺവിൻസ്ഡ് ദാറ്റ് സെൽഫ് manifested in various ways was what had defeated us. We considered its common manifestations. അപ്പൊ നമ്മളുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ പരിശോധിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവോ? റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ ഓഫ്. വിദ്വേഷമാണ് പ്രധാന ശത്രു. വിദ്വേഷമാണ് പ്രധാന ശത്രു. അത് അമിത മദ്യപാന രോഗികളെ മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. എല്ലാ ആത്മീയ രോഗങ്ങളുടെയും ആരംഭം അവിടെ നിന്നാണ്. കാരണം ഞങ്ങൾ ശാരീരികമായും മാനസികമായും മാത്രം രോഗമുള്ളവരായിരുന്നില്ല, മറിച്ച് ആത്മീയമായ രോഗബാധയുള്ളവർ കൂടിയായിരുന്നു. ശാരീരികമായി ദുരിതം തരണം ചെയ്തപ്പോൾ നാം മാനസികമായും ശാരീരികമായും തളരുന്നു. വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളതൊക്കെ ഒരു കടലാസിൽ എഴുതുന്നു. ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. എന്തുകൊണ്ടാണ് ഞങ്ങൾ കോപാകുലരായതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു. മിക്ക കാര്യങ്ങളിലും കാണപ്പെട്ടത് ഞങ്ങളെക്കുറിച്ച് തന്നെയുള്ള മതിപ്പും ഞങ്ങളുടെ പോക്കറ്റ് ബുക്കുകളും ഞങ്ങളുടെ ഉത്കർഷേച്ഛയും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും സെക്സ് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയോ ദ്രോഹിക്കപ്പെടുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വ്രണിത ഹൃദയരായി. ഞങ്ങൾ ജ്വലിച്ചു കത്തുന്നവരായിരുന്നു. ഞങ്ങളുടെ വിദ്വേഷ ഓക്കെ, അപ്പൊ അവിടെ ആ വരി പറയുന്നത് എന്താണ്? റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ ഒഫൻഡർ. വിദ്വേഷമാണ് പ്രധാനപ്പെട്ട ശത്രു. ഈ റിസെന്റ്മെന്റ് എന്ന വാക്കുകൾ ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം എന്നുള്ള വാക്കിന് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ റീസെന്റ്മെന്റ്, എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കറിയാം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഫീലിങ്ങിനെയാണ് സെന്റിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളോട് ഒരു ഭയങ്കരമായിട്ട് വിദ്വേഷം തോന്നുക, ഒരാളോട് അവജ്ഞ തോന്നുക, അല്ലെങ്കിൽ ക്രോധം തോന്നുക, അല്ലെങ്കിൽ ഒരു മുഷിച്ചിൽ അല്ലെങ്കിൽ ഒരു അമർഷം എന്നുള്ള രീതിയിലൊക്കെയാണ് റിസെന്റ്മെന്റ് എന്ന വാക്കുകൾ മലയാളത്തിൽ നമുക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയും. അപ്പം റീസെന്റ്മെന്റ് മറ്റൊരാളോട് അമർഷം, നമ്മൾ നീരസം. എന്ന വാക്കെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഫീലിംഗ് ആണ്, വീണ്ടും വീണ്ടും നമുക്ക് തോന്നും. അപ്പൊ ഇത് വാക്ക് കടന്നു വന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. റീസെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്ന വാക്കിന് വീണ്ടും വീണ്ടും എന്നുള്ള അർത്ഥത്തിൽ, സെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക, വീണ്ടും വീണ്ടും ഫീൽ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വിദ്വേഷമാണ് പ്രധാന ശത്രു. അപ്പൊ ആദ്യത്തെ ഈ സ്റ്റോക്ക് എടുപ്പിൽ ആദ്യത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് റിസെന്റ്മെന്റിനെ കുറിച്ചാണ്. അത് അമിത മദ്യപാനേക്കാളും മറ്റെന്തിനേക്കാളും കൂടുതൽ നശിപ്പിക്കുന്നു. ഇറ്റ് ഡിസ്ട്രോയ്സ് മോർ ആൽക്കഹോളിക്സ് ദാൻ എനിത്തിങ്. അതായത് മദ്യാസക്തരായ ഒരാളെ ഇത്തരം റിസെന്റ്മെന്റുകൾ കൂടുതൽ നശിപ്പിക്കുന്നു. നമുക്ക് അറിയാം, നീരസം വെച്ച് പുലർത്തിയിട്ട് കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് നമുക്ക് നമ്മുടെ പ്രസന്റ് വേൾഡിൽ, ഇപ്പോഴത്തെ ലോകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഫ്രം ഇറ്റ് സ്റ്റീം ഓൾ ഫോം ഓഫ് സ്പിരിച്വൽ ഡിസീസ്. അപ്പം ഇവിടെ നിന്നാണ് എല്ലാ ആത്മീയ രോഗങ്ങളുടെ ആരംഭം. എവിടെ നിന്ന്? ഈ ദേഷ്യത്തിൽ നിന്നാണ് എല്ലാ ആത്മീയ രോഗങ്ങളുടെയും ആരംഭം കൊടുക്കുന്നത്. ദേഷ്യമാണ്, അല്ലെങ്കിൽ റിസെന്റ്മെന്റ് ആണ്. ഫോർ വി ഹാവ് ബീൻ നോട്ട് ഓൺലി മെന്റലി ആൻഡ് ഫിസിക്കലി ഇൽ. അപ്പൊ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും രോഗികൾ മാത്രമല്ല, വി ഹാവ് ബീൻ സ്പിരിച്വലി സിക്ക്, ആത്മീയമായ രോഗം കൂടിയാണ്. നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് 3 തലത്തിലുള്ള രോഗമായിട്ട് മദ്യാസക്തി വിവരിക്കുന്നത്. ഒന്ന് എന്താണ്? ശാരീരിക രോഗം. 2 മാനസിക രോഗം. 3 ആത്മീയ രോഗം. മെഡിക്കൽ സൊസൈറ്റികൾ വിവരിക്കുന്നത് എങ്ങനെയാണ്? ശാരീരികവും മാനസികവുമുള്ള 2 ഫോൾഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇതിനെ 3 ഫോൾഡ് ഡിസീസ് എന്നാണ് വിളിക്കുക. 3 തലത്തിലുള്ള രോഗം. എന്താണ്? സ്പിരിച്വാലിറ്റി, മെന്റലി, ഫിസിക്കലി. സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ. ഇപ്പൊ ഇവിടെ സ്റ്റെപ്പ് 1, 2, 3 എടുക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു
സ്വസ്ഥതയിലെ ഒരു ആരോഗ്യം കിട്ടും. 4, 5, 6, 7 പടികൾ എടുക്കുമ്പോൾ നമുക്ക് മാനസികമായ ആരോഗ്യം കിട്ടുകയും 8, 9 പടികൾ എടുക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ മാനസികമായിട്ട് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4ാമത്തെ പടി, 4, 5, 6, 7 പടികൾ എടുക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് മാനസികമായി റെഡിയാകാനാണ്. അപ്പോൾ സ്റ്റെപ്പ് 1, 2, 3 നമ്മൾ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ 3ാമത്തെ പടിയിൽ നമ്മുടെ അടുത്ത തീരുമാനത്തിന് ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ചുവിടാനുള്ള ആ തീരുമാനത്തിന് ബ്ലോക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദേഷ്യം. ഇത് നമ്മൾ എടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതെടുത്തുകൊണ്ട് പറയണം, മറിച്ച് ആത്മീയപരതയുള്ള ഒരു കുട്ടി ശാരീരികമായ ദുരിതം തരണം ചെയ്തപ്പോൾ നാം മാനസികമായും ശാരീരികമായും തളരുന്നു. വിദ്വേഷത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഞങ്ങൾ ഇതൊക്കെ ഒരു കടലാസിൽ എഴുതി. അപ്പം when we spiritually maladies overcome, we straighten out mentally and physically. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖപ്പെടൽ സംഭവിക്കുക. അപ്പൊ ഇൻ ഡീലിംഗ് വിത്ത് റിസെന്റ്മെന്റ്സ് വി സെറ്റ് ദം ഓൺ പേപ്പർ. അപ്പൊ ഇവിടെയാണ് പെൻ ടു പേപ്പർ, അല്ലെങ്കിൽ ഒരു എഴുത്ത് വരുന്നത് ഇവിടെയാണ്. അവിടെ വി സെറ്റ് ദം ഓൺ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു കടലാസിൽ എഴുതി. വി ലിസ്റ്റഡ് പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ പ്രിൻസിപ്പൾസ്. അതായത് നമ്മൾ ആളുകളുടെ, ഞങ്ങൾക്ക് ദേഷ്യമുണ്ടായിരുന്ന ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും തത്വങ്ങളുടെയും പേരുകളുള്ള ഒരു പട്ടിക ഞങ്ങൾ തയ്യാറാക്കി. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കോപാകുലരായതെന്ന് ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ചു. വി ആസ്ക്ഡ് അവർസെൽഫ് വൈ വി വേർ ആംഗ്രി. അതാണ് 2ാമത്തെ കോളം. ആദ്യത്തെ കോളത്തിൽ എന്താണ്? പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രിൻസിപ്പിൾ. 2ാമത് എന്താണ്? വൈ വി വേർ ആംഗ്രി, എന്താണ് കാരണം. ഇൻ മോസ്റ്റ് കേസസ് ഇറ്റ് വുഡ് ഫൈൻഡ് അവർ സെൽഫ് എസ്റ്റീം, അവർ പോക്കറ്റ് ബുക്ക്, അവർ അംബിഷൻസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡിംഗ് സെക്സ്. അപ്പൊ പോക്കറ്റ് ബുക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ. പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പേഴ്സിനെയാണ് ഉപയോഗിക്കുക. പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മുടെ സാമ്പത്തികത്തെ ഉദ്ദേശിക്കുന്നതിനുള്ള മറ്റൊരു വാക്ക് ബിൽഡബ്ല്യൂ അവിടെ ഉപയോഗിച്ചു എന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ്, പണത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ഞങ്ങളെക്കുറിച്ചുള്ള മതിപ്പും ഞങ്ങളുടെ പോക്കറ്റ് ബുക്കുകളും ഞങ്ങളുടെ ഉത്കർഷിച്ചും ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളും സെക്സ് ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയോ തൊഴിൽപ്പെടുകയോ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പരിണതകൃതരായി, ഞങ്ങൾ ജ്വലിച്ചു കത്തുന്നവരായിരുന്നു. അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻക്ലൂഡിംഗ് സെക്സ് വെർ ഹർട്ട് ഓർ ത്രട്ടേൺഡ്. വെർ ഹർട്ട് ഓർ ത്രട്ടേൺഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയമുണ്ടായി. അതാണ് കോളം നമ്പർ 3. സോ വി വെയർ ബാൻഡ് അപ്പ്. അപ്പൊ ഞങ്ങൾ ജ്വലിച്ചു കത്തുന്നതായിരുന്നതിന് പകരം അവിടെ ഇംഗ്ലീഷിൽ ബാൻഡ് അപ്പ് എന്നുള്ള രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ കോളം 1 എന്താണ്? ആളുകള്, സ്ഥാപനങ്ങള്, പ്രിൻസിപ്പിൾസ്, തത്വങ്ങള്. ഇതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ബിൽഡബ്ല്യൂ താഴെ പിന്നീട് നമുക്കൊരു ഉദാഹരണം നൽകുകയാണ്. അപ്പൊ എന്താണ് ആളുകള്? നമ്മുടെ ഫാദറായിരിക്കാം, മദറായിരിക്കാം, നമ്മളുടെ അമ്മായപ്പനോ അമ്മായിയമ്മയോ, മദറില്ലോ ഫാദറില്ലോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാര്, നമ്മുടെ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ ബ്രദേഴ്സ്, ചിലപ്പോൾ ആന്റിമാരായിരിക്കാം, അങ്കിൾമാരായിരിക്കാം, കസിൻസ് ആയിരിക്കാം, പുരോഹിതരായിരിക്കാം, പോലീസുകാരായിരിക്കാം, ലോയേഴ്സ് ആയിരിക്കാം, ജഡ്ജസ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ്, നമ്മുടെ ജോലി തരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവരായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, നമുക്ക് കടം തന്നവരായിരിക്കാം, നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരായിരിക്കാം, നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കാം, നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പൂർവ്വപരിചയമുള്ള ഒരാളോട് പോലും നമുക്ക് നീരസം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, നമുക്ക് കൃത്യമായിട്ട് പേരറിയാത്ത ഒരാളായിരിക്കാം. അങ്ങനെ പ്രൊബേഷൻ ഓഫീസറോ, നമ്മുടെ ലൈസൻസ് നഷ്ടപ്പെടുത്തിയവരോ, നമ്മുടെ സ്വന്തക്കാരോ ഒക്കെ ആയിരിക്കും ആളുകള്. നമ്മള് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് മാരേജ്, കല്യാണം, ബൈബിള്, ചർച്ച്, റിലീജിയന്, നമ്മുടെ ജാതി, മതം, നിയമങ്ങൾ, അതോറിറ്റി, ഗവൺമെന്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, കറക്ഷണൽ സിസ്റ്റം, തത്വങ്ങള്, രാജ്യം, അനോണിമസ് ഫെലോഷിപ്പുകള്, ആർമഡ് സർവീസ്, റിഹാബ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന്. അപ്പൊ തത്വങ്ങളാണ് നമുക്കറിയാം 10 കമാൻഡ്മെന്റ്സ്, ജീസസ് ക്രൈസ്റ്റ്, റിലീജിയസ് ഡോഗ്മ,
അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാത്താൻ, ഡെത്ത്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഹെവൻ, ഹെൽ, സിൻ, അതായത് പാപങ്ങൾ, ഒറിജിനൽ സിൻ, ആദ്യ പാപം, 7 ഡെഡ്ലി സിൻസ്, 7 മരണകരമായ പാപങ്ങൾ. ഇതിനോടൊക്കെ നമുക്ക് എതിർപ്പുണ്ടാകാം. അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് അപ്പൊ ഈ ചില തത്വങ്ങളോടും ചില പ്രിൻസിപ്പിൾസിനോടും ചില ഇൻസ്റ്റിറ്റ്യൂഷനോടും ആളുകളോട് ഇൻസ്റ്റിറ്റ്യൂഷനോട് പ്രിൻസിപ്പിൾസിനോട് തത്വങ്ങളോട് നമുക്ക് ദേഷ്യമുണ്ടാകാം. ഈ ദേഷ്യത്തെയാണ് നമ്മൾ ഈ ലിസ്റ്റിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അടുത്തത് എന്താണ്? ഈ ഓൺ അവർ ഗ്രഡ്ജ് ലിസ്റ്റ്. ഗ്രഡ്ജ് ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ദേഷ്യം. ഗ്രഡ്ജ് എന്ന് വെച്ചാൽ ദേഷ്യം. അപ്പോൾ ഞങ്ങൾ വിദ്വേഷ ലിസ്റ്റിൽ ഓരോ പേരിന്റെയും നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി. ഞങ്ങളുടെ സ്വയം മതിപ്പോ, സുരക്ഷയ്ക്കോ ഉത്കർഷിച്ചോ വ്യക്തിബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ആയിരുന്നു അതിനിടെ വരുത്തിയത്. അപ്പോ സെൽഫ് എസ്റ്റീം, അവർ സെക്യൂരിറ്റി, അവർ അംബിഷൻസ്, അവർ പേഴ്സണൽ ആൻഡ് സെക്സ് റിലേഷൻസ് വിച്ച് ഹാഡ് ബീൻ ഇന്റർഫിയർഡ് വിത്ത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിൽ ഡബ്ല്യു നൽകിയിരിക്കുന്ന ഉദാഹരണങ്ങളിലൂടെ മാത്രമാണ് ഇന്ന് കടന്നു പോവുക. അപ്പൊ അദ്ദേഹം പറയാണ്, വി വെയർ യൂഷ്വലി ആസ് ഡെഫിനിറ്റ് ആസ് ദിസ് എക്സാമ്പിൾ. അതായത് താഴെ പറയുന്നത് ഒരു വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ബിൽ ഡബ്ല്യു കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാവോ? 4 കോളം. ഞങ്ങളുടെ വിദ്വേഷ ലിസ്റ്റിൽ ഓരോ പേരിന്റെയും നേരെ ഞങ്ങൾ ഏൽക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ എഴുതി. ഞങ്ങളുടെ സ്വയം മതിപ്പോ, സുരക്ഷയോ ഉത്കർഷയോ വ്യക്തിബന്ധങ്ങളോ ലൈംഗിക ബന്ധങ്ങളോ ആയിരുന്നു ഇതിനിടെ വരുത്തിയത്. താഴെ വിവരിക്കുന്ന ഉദാഹരണം പോലെ ഉറപ്പുള്ളവരായിരുന്നു ഞങ്ങൾ. ഞാൻ വിദ്വേഷമുള്ളവനാണ്, കാരണം എന്നെ അത് ബാധിക്കുന്നത്. മിസ്റ്റർ ബ്രൗണിനോട് എൻ്റെ ഭാര്യയുടെ മേലുള്ള അവൻ്റെ ശ്രദ്ധ ഭാര്യയോട് എൻ്റെ വെപ്പാട്ടിയെക്കുറിച്ച് പറഞ്ഞു. ബ്രൗണിന് ഓഫീസിലുള്ള എൻ്റെ ജോലി കിട്ടിയേക്കാം. എൻ്റെ ലൈംഗിക ബന്ധത്തെ, എൻ്റെ സ്വയം മതിപ്പിനെ ഭയം. എൻ്റെ ലൈംഗിക ബന്ധത്തെ, എൻ്റെ സ്വയം മതിപ്പിനെ, എൻ്റെ സുരക്ഷിത ബോധത്തെ, മാന്യതയെ. മിസ്സിസ് ജോൺസണോട്, അവൾ ഒരു വങ്കത്തിയാണ്. എന്നെ കൊച്ചാക്കി അവൾ അവളുടെ ഭർത്താവിനെ കുടിച്ചതിന് ജയിലിലാക്കി. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. അവൾ ഒരു കുറ്റം പറച്ചിലുകാരിയാണ്. വ്യക്തിബന്ധം, ആത്മാഭിമാനം, ഭയം. എൻ്റെ മുതലാളിയോട്, വകതിരിവില്ലാത്തവൻ, അന്യായമായി പ്രവർത്തിക്കുന്നവൻ, അടക്കി വാഴുന്നവൻ, കുടിച്ചതിനെ എന്നെ ചുട്ടുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എൻ്റെ ചെലവുകൾ തിരക്കി പിടിച്ചന്വേഷിക്കുന്നു. ആത്മാഭിമാനം, ഭയം, സുരക്ഷിതത്വം. എൻ്റെ ഭാര്യയോട്, എന്നെ തെറ്റിദ്ധരിക്കുന്നു, എപ്പോഴും കുറ്റം പറയുന്നു, ബ്രൗണിനെ ഇഷ്ടപ്പെടുന്നു, വീട് അവളുടെ പേരിൽ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അഭിമാനം, ലൈംഗിക ബന്ധങ്ങൾ, സുരക്ഷിത ബോധം, ഭയം. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലൂടെ കടന്നുപോയി. സത്യസന്ധതയും സ്ഥിരചിത്തതയും ഒഴികെ ഒന്നും കാര്യമായതായി തോന്നിയില്ല. ഒന്നും പറഞ്ഞിട്ടങ്ങ് പോവാം. അതായത് താങ്ക് യു റോമലെ. അപ്പൊ നമ്മൾ ക്ലിയർ പിക്ചർ അവിടെ കൊടുത്തുക. കൃത്യമായിട്ടുള്ള താഴെ വിവരിക്കുന്ന ഉദാഹരണം പോലെ ഉറപ്പുള്ളവരായിരുന്നു ഞങ്ങൾ. ഉറപ്പുള്ള, ഡെഫിനിറ്റ് എന്നാണ്, ഡെഫിനിറ്റ്, ക്ലിയർലി എന്നാണ്. കൃത്യമായിട്ടുള്ള ചില ഉദാഹരണങ്ങൾ എന്താണ്? ഒന്നാമത്തെ കോൾ ഐ എം റെസ്പോൺസിബിൾ അറ്റ് എന്നുള്ളത്, ഞാൻ വിദ്വേഷമുള്ളവനാണ്. രണ്ടാമത്തെ കോൾ എന്നാണ്? ദ കോസ്, കാരണം എന്താണ്, എന്നെ അത് ബാധിക്കുമോ? നമ്മളിവിടെ പലപ്പോഴും 4-ാം പടി ഈ ഒരു പേജ്, 64-ാമത്തെ പേജ് കാണുമ്പോൾ ഇതെന്തിനാണ് ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. എന്താണ് ഇവിടെ ലിസ്റ്റ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം? അതായത് ആവർത്തിക്കപ്പെടാതിരിക്കുക. വീണ്ടും മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആവർത്തിക്കപ്പെടാതിരിക്കുക, പഴയ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ്. ഇതൊരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പല കാര്യങ്ങളും പെൻ ടു പേപ്പർ എഴുതുക എന്ന് പറഞ്ഞാൽ, പേനയിൽ നിന്ന് പേപ്പറിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഹാർഡായിട്ടുള്ള, ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ജോലിയല്ല. നമുക്ക് ഇപ്പൊ ഇവിടുത്തെ 2-3 ഉദാഹരണം, 4 ഉദാഹരണങ്ങളാണ് ബിൽ ഡബ്ല്യു കൊടുത്തേക്കണത്. ബിൽ ഡബ്ല്യുവിന് എന്താണ്? മിസ്റ്റർ ബ്രൗൺ എന്ന് പറഞ്ഞ ആളോട് ദേഷ്യമാണ്. എന്താണ് കാരണം? എന്റെ ഭാര്യയുടെ മേലുള്ള അവന്റെ ശ്രദ്ധ എന്ന് വെച്ചാല് ഹിസ് അറ്റൻഷൻ ടു മൈ വൈഫ്. ലൂയിസിന്റെ മേല് അവന് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. ടോൾഡ് മൈ വൈഫ് ഓഫ് മൈ മിസ്ട്രസ്. അതായത് തന്റെ വെപ്പാട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ തനിക്ക് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് എന്റെ ലൂയിസിനോട് പോയി അയാൾ പറഞ്ഞു. ആര്? മിസ്റ്റർ ബ്രൗൺ. അപ്പോൾ
ബ്രൗൺ മേ ഗെറ്റ് മൈ ജോബ് അറ്റ് ദ ഓഫീസ്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്? ബ്രൗണിന് ഒരു പക്ഷേ എന്റെ ഓഫീസിലെ ജോലി അവന് വീണ്ടും തിരിച്ചു കിട്ടിയേക്കാം. ഇത് എങ്ങനെയൊക്കെയാണ് ബിൽഡബ്ല്യുവിനെ ബാധിക്കുന്നത്? ബിൽഡബ്ല്യുവിനെ ബാധിക്കുന്നത് സെക്സ് റിലേഷൻസ് ആണ്. നമുക്കറിയാം, ജോയിസുമായിട്ടുള്ള ബന്ധം. സെൽഫ് എസ്റ്റീം, അതായത് എന്റെ ലൈംഗിക ബന്ധത്തെ ബാധിച്ചു, എന്റെ സ്വയം മതിപ്പിനെ ബാധിച്ചു. സെക്സ് റിലേഷൻസ്, എന്റെ ലൈംഗിക ബന്ധത്തെ, എന്റെ സ്വയം മതിപ്പിനെ, അതൊരു ഭയമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഭയം. സെക്യൂരിറ്റി, നമുക്കറിയാം ഇങ്ങനെ ജോലി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവില്ല, അപ്പൊ അത് പോകും. സെൽഫ് എസ്റ്റീം, അതായത് ഒരു മാന്യതയെ, കാരണം ഇയാൾ ഇങ്ങനെ പെണ്ണ് പിടിച്ചു നടക്കുന്ന ഒരാളാണെന്നുള്ള ഒരു ധാരണ എല്ലായിടത്തും പടർന്നു എന്നുള്ള മാന്യതാ ബോധത്തെയും അത് ബാധിച്ചിട്ടുണ്ട്, സെൽഫ് എസ്റ്റീം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം എന്താ? ഉദാഹരണം മിസ്സിസ് ജോൺസിനോട്, അതായത് മിസ്സിസ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു പെണ്ണിനോട്, ജോൺസിന്റെ ഭാര്യയോട് അയാൾക്ക് ദേഷ്യമാണ്. അവളൊരു ഷീ ഈസ് എ നട്ട്, അവളൊരു വട്ടത്തിയാണെന്ന് പറയുന്നത്. ഷീ സ്നാബ്ഡ് മീ, അവൾ എന്നെ കൊച്ചാക്കി. ഷീ കമ്മിറ്റഡ് ഹർ ഹസ്ബൻഡ് ഫോർ ഡ്രിങ്കിങ്, ഹീ ഈസ് മൈ ഫ്രണ്ട്. അതായത് ഭർത്താവിനെ കുടിച്ചതിന് ജയിലിലാക്കിയെന്നാണ്. ഹീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് ഗോസിപ്പ്. ഷീ കമ്മിറ്റഡ് ഹർ ഹസ്ബൻഡ് ഫോർ ഡ്രിങ്കിങ്, അതായത് കുടിച്ചതിന് ഭർത്താവിനെ ജയിലിലാക്കി, അവൻ എന്റെ കൂട്ടുകാരന്. അവളൊരു കുറ്റം പറച്ചിലുകാരിയാണ്, അവളൊരു ഗോസിപ്പ്, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ഒരാളാണ്. ഇതെങ്ങനെയാണ് ബിൽഡബ്ല്യുവിനെ ബാധിച്ചത്? പേഴ്സണൽ റിലേഷൻഷിപ്പ്, അയാളുടെ വ്യക്തിബന്ധത്തിൽ, അതായത് ജോൺസുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലും ബാധിച്ചു. സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. അപ്പൊ ഈ മൂന്നാമത്തെ കോളത്തിലാണ് എന്താണ് അദ്ദേഹത്തിനെ ബാധിച്ചത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത് എന്നുള്ളത് അറിയാനായിട്ടുള്ള മൂന്നാമത്തെ കോളം ഒരു പ്രധാനപ്പെട്ട കോളാണ്. മൂന്നാമത്തെ ഉദാഹരണം എന്താണ്? ബിൽഡബ്ല്യുവിന്റെ മുതലാളിയോടാണ്. എന്താണ്? അൺറീസണബിൾ, അൺജസ്റ്റ്, അതായത് വകതിരിവില്ലാത്തവൻ, അന്യായമായി പ്രവർത്തിക്കുന്നവൻ, അടക്കി വാഴുന്നവൻ, കുടിച്ചതിന് എന്നെ ചുട്ടുകളയെന്ന് ഭീഷണിപ്പെടുന്നു, എന്റെ ചെലവുകൾ തിരക്കി അന്വേഷിക്കുന്നു. പാഡിങ് മൈ എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കട്ടെടുത്ത് കുടിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്റ്റീലിംഗ് എന്നുള്ളതാണ്, അത് കട്ടെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ കട്ടെടുത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബിഗ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പം സെൽഫ് എസ്റ്റീം, അതെന്താണ് ബാധിക്കുന്നത്? ആത്മാഭിമാനത്തെ ബാധിച്ചു. സെക്യൂരിറ്റി, സുരക്ഷിതത്തെ ബാധിച്ചു. കാരണം ഇദ്ദേഹത്തിന്റെ മുതലാളിയാണ്, ജോലി നഷ്ടപ്പെടും, അപ്പോൾ പണം നഷ്ടപ്പെടും, അതുകൊണ്ട് അതിന്റെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ അദ്ദേഹത്തിന് ബാധിച്ചിട്ടുണ്ട്. അടുത്തതാണ് മൈ വൈഫ്, തന്റെ ഭാര്യയോട്, അതാണ് ബിൽഡബ്ല്യു എഴുതിയേക്കുന്നത്. കാരണം ഭാര്യ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും തെറ്റിദ്ധരിക്കുന്നു, മിസ്അണ്ടർസ്റ്റാൻഡ് ആൻഡ് നക്സ്, എപ്പോഴും കുറ്റം പറയുന്നു. ലൈക്സ് ബ്രൗണിനെ ഇഷ്ടപ്പെടുന്നു. വാൻസ് ഹൗസ് പുട്ട് ഇൻ ഹെർ നെയിം, അതായത് തന്റെ പേരിലുള്ള വീട് അവളുടെ പേരിലേക്ക് മാറ്റണമെന്ന് അവൾ പറയുന്നു. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിനെ ബാധിക്കുന്നത്? അത് പ്രൈഡ്, ഒരു അഭിമാനത്തെ ബാധിച്ചല്ലേ. കാരണം ബ്രൗണിനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അവര് തമ്മിൽ സംസാരിക്കുന്നു. പേഴ്സണൽ സെക്സ് റിലേഷൻസ്, അതായത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തെയും അദ്ദേഹത്തെ ബാധിക്കുന്നു. പിന്നെ സെക്യൂരിറ്റി, കാരണം വീട് അവളുടെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം അയാളെ ചുറ്റുപറ്റുന്നു. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിന്റെ ബ്രാക്കറ്റിൽ ഭയം കൂടി എഴുതിയിട്ടുണ്ട്. ഈ 4 ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മളോട് ബിൽഡബ്ല്യു നീരസത്തിന്റെ ലിസ്റ്റ് എടുക്കാൻ പറയുന്നത്. നമുക്ക് പലപ്പോഴും ഈ PDF ഒക്കെ ആയിട്ട് 4, 5 ഒക്കെ 6 ഒക്കെ കോളങ്ങളൊക്കെ കാണും. അത് അവരവരുടെ സ്പോൺസർമാർ അവരവരുടേതായ രീതിയിൽ എടുക്കുന്നതാണ്. നമുക്ക് ബിഗ് ബുക്കിന്റെ 64-ാമത്തെ പേജിൽ ഈ 3 കോളമേ ഉള്ളൂ. ഈ 3 കോളത്തിലൂടെയാണ് നമ്മൾ ഇത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ കോളത്തിൽ എന്താണ് വേണ്ടത്? നമ്മള് പീപ്പിൾ, അതായത് പീപ്പിൾ, പ്രിൻസിപ്പിൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോളം 2-ൽ എന്താണ്? വൈ ബി ആംഗ്രി, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇഞ്ചുറി ആയത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബാധിച്ചത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് സെൽഫ് എസ്റ്റീമോ എന്താണ് നമുക്ക് ഫീൽ ചെയ്തതെന്നുള്ളതാണ് 2-ാമത്തെ കോളത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടാണോ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കൊണ്ടാണോ, നമ്മുടെ സെൽഫ് എസ്റ്റീം ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അംബീഷൻസ്, നമ്മുടെ അംബീഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പേജിൽ നമുക്ക് കടന്നു വരുന്നത്. അപ്പൊ ഈ 3-ാമത്തെ കോളം ശരിക്കും ജന്മവാസനകളുടെ ഒരു കോളാണ്. ഇപ്പൊ ജന്മവാസനകളുടെ ഒരു കോളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ 4-ാം പടിയില് ലേഖനത്തില് ബിൽഡബ്ല്യു 2 പേജില് ഈ ജന്മവാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബിഗ് ബുക്കിലേക്ക് തിരിച്ചിടാം. ആ 2 പേജ് ഒന്ന് വായിക്കാവോ റോമലെ? 4-ാം പടിയുടെ ആ 2 പേജുകൾ.
വായിക്കാം വായിക്കാം. 4-ാം പടി. അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. സൃഷ്ടി ജന്മവാസനകളെ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ഉദ്ദേശത്തിനാണ്. അവയില്ലാതെ നമുക്ക് പൂർണ്ണ മനുഷ്യരാകാൻ കഴിയില്ല. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ, വിളവ് കൊയ്യുന്നതിനോ വീട് പണിയുന്നതിനോ ശ്രമിച്ചില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകില്ല. അവർ പ്രത്യുൽപാദനം നടത്തുന്നില്ലെങ്കിൽ ഭൂമിയിൽ താമസിക്കാൻ ആളുണ്ടാകില്ല. സാമൂഹിക ചോദനകളില്ലെങ്കിൽ, മനുഷ്യൻ പരസ്പരം ഉള്ള സമൂഹത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സമൂഹം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം ആഗ്രഹങ്ങൾ ലൈംഗിക ബന്ധത്തിന് വേണ്ടി, ഭൗതികവും വൈകാരികവുമായ സുരക്ഷിതത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി പരിപൂർണമായും ശരിയും ആവശ്യവുമാണ്. മാത്രമല്ല അവ തീർച്ചയായും ദൈവദത്തവുമാണ്. എന്നിട്ടും നമ്മുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമായ ഇത്തരം ജന്മവാസനകൾ പലപ്പോഴും അവയുടെ ഉചിതമായ കടമകളിൽ നിന്ന് പരിധി വിട്ടുപോകുന്നു. ശക്തമായി, അന്ധമായി, പലപ്പോഴും സൂക്ഷ്മമായി അവ നമ്മെ നയിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു, നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കാൻ നിർബന്ധം കാണിക്കുന്നു. ലൈംഗികതയ്ക്കും ഭൗതികതയും വൈകാരികവുമായ സുരക്ഷിതത്വത്തിനും സമൂഹത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മെ അടക്കി ഭരിക്കുന്നു. അവ വഴിതെറ്റുമ്പോൾ അവൻ്റെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾ അവനെ വലിയ കുഴപ്പങ്ങൾക്കിടയാക്കുന്നു, പ്രായോഗികമായി എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമാകുന്നു. ഒരു മനുഷ്യന് അയാളുടെ അത്രമാത്രം നന്മയുള്ളവനായിരുന്നാലും ഇത്തരം കുഴപ്പങ്ങളിൽ നിന്നും മോചനമില്ല. ഏകദേശം ഗൗരവമേറിയ എല്ലാ വൈകാരിക പ്രശ്നങ്ങളും ദിശ തെറ്റിയ ജന്മാസനകളുടെ ഫലമുള്ളതാണെന്നും കാണാം. അത് സംഭവിക്കുമ്പോൾ നമ്മുടെ സ്വാഭാവിക വരദാനങ്ങളായ നമ്മുടെ ജന്മവാസനകൾ ശാരീരികമായും മാനസികവുമായ ബാധ്യതകളായി പരിഗണിക്കുന്നു. ഈ ബാധ്യതകൾ നമ്മിൽ ഓരോരുത്തരിലും എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോൾ എങ്ങനെയാണെന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജ്ജസ്വലവും ശ്രദ്ധാപൂർവമായ ഒരു ശ്രമമാണ് 4-ാം പടി. എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് നമ്മുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങൾ നമ്മെ വളച്ചൊടിച്ചുവെന്ന് കൃത്യമായും കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് മറ്റുള്ളവർക്കും നമുക്ക് തന്നെയും വരുത്തിവെച്ച അസന്തുഷ്ടി നേരിട്ട് നോക്കാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ വൈകാരിക പോരായ്മകൾ കണ്ടെത്തുന്നത് വഴി അവ തിരുത്തുന്നതിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയും. ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധതയും അക്ഷീണമായ പരിശ്രമവും കൂടാതെ നമുക്ക് സുബോധമോ സംതൃപ്തിയോ ലഭിക്കുകയില്ല. അന്വേഷണപരവും ഭയരഹിതവുമായ ഒരു ധാർമ്മിക കണക്കെടുപ്പില്ലാതെ നിത്യജീവിതത്തിൽ സത്യത്തിൽ ഫലപ്രദമായ വിശ്വാസം ഇപ്പോഴും നമ്മുടെ കയ്യെത്താ ദൂരത്താണെന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടെത്തി. കണക്കെടുപ്പ് പ്രശ്നത്തെക്കുറിച്ച് വിശദമായി കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായി നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നത് പോലെ ലളിതമായ ഉദാഹരണങ്ങൾ നമ്മൾ അവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അർത്ഥത്തിന്റെ ഒരു ലോകം തന്നെയുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉദാഹരണമായി, ഒരാൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം ലൈംഗികാഗ്രഹത്തിന് നൽകുന്നു എന്ന് കരുതൂ. ഈ അവസ്ഥയിൽ അയാളെ അടക്കി ഭരിക്കുന്ന ഈ ജന്മവാസന അദ്ദേഹത്തിന്റെ ഭൗതികവും വൈകാരികവുമായ സുരക്ഷിതത്വത്തെയും സമുദായത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെയും നശിപ്പിക്കുന്നു. സാമ്പത്തിക സുരക്ഷിതത്വം ഒരു ഒഴിയാബാധയായി വികസിപ്പിച്ചെടുക്കുന്നവനുണ്ടാകാം. പണം സ്വരൂപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങേയറ്റം അയാൾ ഒരു പിശുക്കനോ കുടുംബത്തെയും സുഹൃത്തുക്കളെയും തനിക്ക് നിരസിക്കുന്ന ഒരു ഏകാഗിയോ ആയിത്തീരുന്നു. സുരക്ഷിതത്വം തേടൽ സാമ്പത്തികമായ വ്യവസ്ഥകളിൽ മാത്രം പ്രകടമാക്കപ്പെടുന്ന ഒന്നല്ല. ഭയാചിതനായ ഒരു വ്യക്തി തന്നേക്കാൾ കരുത്തുള്ള ഒരാളിനെ സംരക്ഷണയ്ക്കും മാർഗനിർദ്ദേശത്തിനും വേണ്ടി പരിപൂർണമായി ആശ്രയിക്കാൻ തീരുമാനിക്കുന്നത് എത്ര പതിവായി നാം കാണുന്നു. ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സ്വന്തം കഴിവുകൾ കൊണ്ട് പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഈ ദുർബലൻ ഒരിക്കലും വളരുന്നില്ല. നിരാശയും നിസ്സഹായതയുമാണ് അയാളുടെ ദുർവിധി. സമയമാകുമ്പോൾ അയാളുടെ സംരക്ഷകർ കടന്നുകളയുകയോ മരിക്കുകയോ ചെയ്യുന്നു. അയാൾ ഒരിക്കൽ കൂടെ ഭയാചിതകനും ഏകാഗിയുമായി തീരുന്നു. അവരുടെ കൂടെയുള്ളവരെ പോലും ഭരിക്കുന്നതിന് ജീവിതം ഒഴിഞ്ഞുവെച്ച അധിക ഭ്രാന്ത് പിടിച്ച സ്ത്രീ പുരുഷന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നീതിയുക്തമായ സുരക്ഷിതത്വത്തിനും സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിനും വേണ്ട എല്ലാ സാധ്യതകളെയും ഇക്കൂട്ടർ കാറ്റിൽ പറത്തുന്നു. ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ ജന്മവാസനകളുടെ യുദ്ധക്കളമാകുന്നുവോ അപ്പോഴൊന്നും സമാധാനം ഉണ്ടാവുകയില്ല.
പക്ഷേ ഇത് മാത്രമല്ല അപകടം. ഒരാൾ അകാരണമായി തൻ്റെ ജന്മവാസനകളെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുമ്പോഴൊക്കെ അസന്തുഷ്ടി ഉളവാകുന്നു. പണത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ വഴിയിലെ ആൾക്കാരെ ചവിട്ടിമെതിക്കുമ്പോൾ ദേഷ്യം, അസൂയ, പ്രതികാരദാഹം തുടങ്ങിയവയാണ് ഉണർത്തപ്പെടുന്നത്. ലൈംഗികത അഴിഞ്ഞാടുമ്പോഴും ഇത്തരം കുഴപ്പമുണ്ടാകുന്നു. കൂടുതൽ ശ്രദ്ധയ്ക്കും സംരക്ഷണയ്ക്കും സ്നേഹത്തിനും വേണ്ടി മറ്റുള്ളവരോടുള്ള ആവശ്യപ്പെടലുകൾ സംരക്ഷകരിൽ തന്നെ അടക്കി വാഴാനും അല്ലെങ്കിൽ വെറുക്കുവാനുമുള്ള വികാരങ്ങളാവും ക്ഷണിച്ചു വരുത്തുക. ഈ രണ്ട് വികാരങ്ങളും അവ ഉണർത്താൻ ഇടയായ ആവശ്യകതകൾ പോലെ തികച്ചും അനാരോഗ്യകരമാണ്. അന്തസ്സിന് വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹം അനിയന്ത്രിതമാകുമ്പോൾ അത് കൈത്തൊഴിലാണെങ്കിലും അന്താരാഷ്ട്ര സമ്മേളന മേശയിലാണെങ്കിലും മറ്റുള്ളവർ കഷ്ടപ്പെടുകയും പലപ്പോഴും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. ഒരു തണുപ്പൻ പ്രതികരണം മുതൽ കത്തുന്ന ഒരു വിപ്ലവം വരെ എന്തും സൃഷ്ടിക്കാൻ ജന്മവാസനകളുടെ ഈ കൂട്ടിമുട്ടലിന് കഴിയും. ഇത്തരം രീതിയിൽ നമ്മൾ നമ്മോട് മാത്രമല്ല ജന്മവാസനകളുള്ള മറ്റ് ആൾക്കാരോടും നിരന്തരം സംഘർഷത്തിലാണ് താനും. ഞങ്ങളുടെ ജന്മവാസനകൾ വന്യമായി തീരുന്നതാണ് ഞങ്ങളുടെ നശീകരണ മദ്യപാനത്തിന്റെ പ്രധാന കാരണമെന്ന് മദ്യപർ തിരിച്ചറിയണം. ഭയത്തിന്റെയും നിരാശയുടെയും വിഷാദത്തിന്റെയും വികാരങ്ങൾ മുക്കിക്കളയുന്നതിനാണ് ഞങ്ങൾ മദ്യപിച്ചത്. വികാരത്തിന്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണ് ഞങ്ങൾ മദ്യപിച്ചത്. കൂടുതൽ വികാരങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി പിന്നെയും ഞങ്ങൾ മദ്യപിച്ചു. പ്രതാപവും ശക്തിയും ദിവാസ്വപ്നം കണ്ട് കൂടുതൽ ആനന്ദിക്കാമെന്ന് കരുതിയും കഥയില്ലാത്ത വെറും പൊങ്ങച്ചങ്ങൾക്ക് വേണ്ടിയും കുടിച്ചു. ആത്മാവിന്റെ ഈ വികൃതമായ രോഗാവസ്ഥ കാഴ്ചയ്ക്ക് തീരെ സുഖം തരുന്നതല്ല. അനിയന്ത്രിതമാംവിധം ഉത്തമമായ ജന്മവാസനകൾ സൂക്ഷ്മാന്വേഷണത്തിനെ പ്രതിരോധിക്കുന്നു. നമ്മൾ ആ അവസ്ഥയെ ചുഴിഞ്ഞിറങ്ങി പരിശോധിക്കാൻ ആരംഭിക്കുന്ന അതേ നിമിഷത്തിൽ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരായേക്കാം. താങ്ക് യു റോമൻ. അപ്പോ അവിടെ നമ്മളോട് ബിൽ ഡബ്ല്യു ഇച്ചിരിയും കൂടി വിശദീകരിച്ചുകൊണ്ട് ഈ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ജന്മവാസനകൾ, ഇൻസ്റ്റിക്ട് എന്ന് പറഞ്ഞാൽ ജന്മവാസനകളെ കുറിച്ച്, അല്ലെങ്കിൽ സഹജ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുള്ള കുറെ വാസനകളെ കുറിച്ചാണ് അത് പറയാ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, അത് ദൈവം നൽകിയിട്ടുള്ള കുറെ കാര്യങ്ങളാണിത്. അതായത് ഹാർവെസ്റ്റ് ഫുഡ്, നമുക്ക് ഫുഡ് കണ്ടെത്തുക, കൺസ്ട്രക്ട് ഷെൽട്ടർ, നമ്മൾ വീട് പണിയുക, ഇതൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്. അല്ലാണ്ട് നമ്മൾ റീപ്രൊഡ്യൂസ്, അതായത് നമ്മുടെ ഈ ലോകത്ത് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്സ് ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ കൈമാറ്റപ്പെടുകയില്ല. അപ്പൊ അതൊക്കെ ഒരു ഒരു അതിൻ്റെതായ പർട്ടിക്കുലർ ലക്ഷ്യത്തോടു കൂടി തന്നിട്ടുള്ളതാണ്. സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ്, അതായത് നമ്മൾ കൂട്ടുകൂടുക, മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ പോവുക, കമ്പനി ഉണ്ടാക്കുക, ഇതൊക്കെ കമ്പാനിയൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ദൈവം തന്നിട്ടുള്ളതാണ്. അപ്പൊ ദൈവം തന്നിട്ടുള്ള ആ ഒരു അതിർവരമ്പുകൾ ലംഘിച്ചത് കൊണ്ടാണ് ഇവിടെ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇവിടെയാണ് നമുക്ക് ഡിഫക്ട്സ് ഓഫ് ക്യാരക്ടർ ആയിട്ട് അത് മാറിയത്. അതിർവരമ്പുകൾ നമ്മൾ ലംഘിച്ചു. നമ്മുടെ വൈകാരിക പ്രശ്നങ്ങളായി മാറിയത്, അത് ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങളായി മാറി, അത് നമ്മുടെ കൂടപ്പുറപ്പായിട്ട് മാറി, അതായത് ഒരു നാച്ചുറൽ ആയിട്ട്, ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള അസറ്റായിട്ട് നമ്മുടെ കൂടെ കൂടി. അവിടെ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ഫിയർലെസ് ആയിട്ട് വളരെ കൂടാതെ ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും നമ്മുടെ കുടി പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളുടെ ഈ ഇൻസ്റ്റിങ്ഷനെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാല്, അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, whenever a human being become a battleground for this instinct, there can be no peace. അതായത് നമ്മൾ തുറന്നുകൊണ്ടിരുന്നാൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു യുദ്ധം തന്നെ തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അത് നമുക്ക് അപകടമാണ്. നമ്മൾ പ്രത്യേകിച്ച് കുടിയന്മാരായിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ദേഷ്യം, അസൂയ, അങ്ങനെയുള്ള പ്രതികാരം ഒക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാല് നമ്മൾ വീണ്ടും കുടിക്കുകയും മരിക്കുകയും ചെയ്യുന്നൊക്കെയാണ് പറയുക. അപ്പം നമ്മളുടെ സെൽഫ് വില്ലിനെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുകയാണ് ഈ പറയുന്ന ലേഖനത്തിലൂടെ ബിൽ ഡബ്ല്യു ചിന്തിക്കുന്നത്. അപ്പൊ ഏറ്റവും അവസാനം ഒരു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഇത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന അതേ നിമിഷം രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരായിരിക്കും. നമുക്കിതൊന്നും താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറിയേക്കാം. നമുക്ക് തിരിച്ച് വീണ്ടും പേജ് 65 പോകാം. പേജ് 65 അവസാനത്തെ പാരഗ്രാഫ്, വി വെന്റ് ബാക്ക് ത്രൂ അവർ ലൈഫ്സ്. ഒന്നുകൂടി വായിക്കാവോ? ഞങ്ങളുടെ കഴിഞ്ഞകാല
ജീവിതത്തിലേക്ക് 64 അവസാനം. ആ. ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലൂടെ കടന്നുപോയി. സത്യസന്ധതയും സ്ഥിരചിത്തതയും ഒഴികെ ഒന്നും കാര്യമായി തോന്നിയില്ല. പിന്തിരിഞ്ഞു നോട്ടം അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങൾ സൂക്ഷ്മതയോട് അത് പരിഗണിച്ചു. ഈ ലോകവും അതിലെ ആളുകളും പലപ്പോഴും തെറ്റുകാരായിരുന്നു എന്നാണ് ഒന്നാമതായി വ്യക്തമായ കാര്യം. ഏറിയ കൂറും ഞങ്ങൾക്കറിയാമായിരുന്ന കാര്യം മറ്റുള്ളവരാണ് തെറ്റുകാർ എന്ന അനുമാനത്തിലെത്തുക എന്നതായിരുന്നു. മിക്കപ്പോഴും ഇതിന്റെ ഫലം ആളുകൾ ഞങ്ങളോട് തെറ്റ് ചെയ്തു എന്നതുമാണ്. ചിലപ്പോഴൊക്കെ അത് ദുഃഖകരമായിരുന്നു. പിന്നീട് ഞങ്ങളോട് തന്നെ വെറുപ്പുള്ളവരായി. പക്ഷേ എത്രമാത്രം ഞങ്ങൾ പോരാടാനും ഞങ്ങളുടെ വഴക്കിന് തന്നെ പോകാനും ശ്രമിച്ചുവോ അതിനേക്കാൾ അധികമായി ഞങ്ങൾ കൂടുതൽ മോശമായിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലെന്ന പോലെ വിജയിക്കുന്നവൻ മാത്രമേ ജയിക്കുന്നതായി കണ്ടുള്ളൂ. ഞങ്ങളുടെ വിജയത്തിന്റെ നിമിഷങ്ങൾ അല്പായുസുള്ളവയായിരുന്നു. താങ്ക് യു. അപ്പോ വി വെൻ ബാക്ക് ത്രൂ അവർ ലൈഫ്സ്. അപ്പൊ അവിടെ പറയാ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്ക് എത്രമാത്രം പോകാമോ അത്രമാത്രത്തേക്കും തിരിഞ്ഞ് ജീവിതങ്ങളിലൂടെ കടന്നുപോയി. എത്രമാത്രം ഓർത്തെടുക്കാവുന്ന അത്ര അകലം. ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർക്കുക, ഞങ്ങള് ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങള് 3-4 പേരുണ്ട്. ഞങ്ങള് മണല് വാരി അങ്ങോട്ടും അങ്ങോട്ടും എറിഞ്ഞപ്പോ അവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി, പുള്ളി നന്നായിട്ട് പഠിക്കുന്ന ഒരു ചേച്ചി. അപ്പൊ ചേച്ചിയുടെ കണ്ണിലേക്ക് ഈ മണല് കൊണ്ടിട്ട് പുള്ളിക്കാരത്തി പെട്ടെന്ന് കണ്ണ് തിരുമ്മ. ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്, പക്ഷെ വളരെ ചെറുപ്പത്തിലാണ്. ഞാനല്ല എറിഞ്ഞത്, വേറൊരാളെ എറിഞ്ഞെങ്കിലും അതായത് കണ്ണ് തിരുമ്മി ആ കണ്ണിന് പകരം വേറൊരു കണ്ണ് മറ്റേ കൃത്രിമ കണ്ണ് വെക്കേണ്ടി വന്നു. അത്രമാത്രം രൂക്ഷം. അപ്പൊ അത്രയും ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകണം, അത്രയും ചെറുപ്പത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. അവിടെയൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊരാളെ ഉപദ്രവിച്ച കാര്യമാണെങ്കിൽ എന്നെ ഉപദ്രവിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ അത്രയും ആകണം. വി വെൻ ബാക്ക് ത്രൂ അവർ ലൈഫ്സ്. എത്രമാത്രം ഹൗ ഫാർ ടു ഗോ എന്ന് പറഞ്ഞത്, എത്രമാത്രം അകലെ നമുക്ക് പോകാൻ പറ്റുമോ അത്ര. നത്തിങ് കൗണ്ടഡ് ബട്ട് ത്രൂ തറോണസ് ആൻഡ് ഹോണസ്റ്റി. അപ്പൊ അവിടെ എന്താണ് പറഞ്ഞത്? ഒന്നും നമ്മൾ മാറ്റുന്നില്ല. സത്യസന്ധതയും സ്ഥിരചിത്തതയും, ഹോണസ്റ്റി ആൻഡ് തറോണസ് ആണ് അവിടെ. വെൻ വി വെയർ ഫിനിഷ്ഡ് വി കൺസിഡർഡ് ഇറ്റ് കെയർഫുള്ളി. ആ പിന്തിരിഞ്ഞു നോട്ടം അവസാനിച്ചപ്പോൾ ഞങ്ങൾ സൂക്ഷ്മതയോടെ അത് പരിഗണിച്ചു. അപ്പൊ ദ ഫസ്റ്റ് തിങ് അപ്പാരന്റ് ദാറ്റ് ദിസ് വേൾഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ വെർ ഓഫൺ ക്വൈറ്റ് റോങ്. അപ്പൊ ആദ്യത്തെ ചിന്ത എന്താ പറയുന്നത്? ഈ ലോകവും അതിന്റെ ആളുകളും പലപ്പോഴും തെറ്റുകാരെന്ന് എന്നതാണ് ഒന്നാമത്തെ വ്യക്തമായ കാര്യം. ഏറിയ കൂടും ഞങ്ങൾക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരാണ് തെറ്റുകാർ എന്ന അനുമാനത്തിലെത്തുക എന്നതായിരുന്നു. അപ്പൊ നമ്മുടെ അനുമാനം എപ്പോഴും എന്തായിരുന്നു? നമ്മൾ മറ്റുള്ളവരുടെ കാര്യമാണ്, മറ്റുള്ളവർ തെറ്റുകാരായിരുന്നു എന്നതാണ് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് കൺക്ലൂഷനിൽ എത്താൻ പറ്റിയത്. ഏറിയ കൂടി ഞങ്ങൾക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരാണ് തെറ്റുകാർ എന്ന അനുമാനത്തിലെത്തുക എന്നായിരുന്നു. മിക്കപ്പോഴും ഇതിന്റെ ഫലം ആളുകൾ ഞങ്ങളോട് തെറ്റ് ചെയ്തു എന്നതാണ്. അപ്പം ടു കൺക്ലൂഡ് ദാറ്റ് അതേഴ്സ് വെയർ റോങ് വി ഫോർ മോസ്റ്റ് ഓഫ് us എവർ ഗോട്ട് ദ യൂഷ്വൽ ഔട്ട്കം വാസ് ദാറ്റ് പീപ്പിൾ കണ്ടിന്യൂഡ് ടു റോങ് us. അപ്പൊ എന്താണ് സാധാരണ? മറ്റുള്ളവര് നമ്മളോട് തെറ്റ് ചെയ്തു എന്നതാണ്. ചിലപ്പോഴൊക്കെ അത് ദുഃഖകരമായിരുന്നു. പിന്നീട് ഞങ്ങളോട് തന്നെ വെറുപ്പുള്ളവരായി. ആൻഡ് വി സ്റ്റേഡ് സോർ എന്ന് വെച്ചാൽ നമ്മള് വെറുപ്പുള്ളവരെ സിക്ക് എന്നാണോ ഇവിടെ എഴുതിയേക്കുന്നത് ഇംഗ്ലീഷ് ബുക്കിൽ? എന്ന് വെച്ചാൽ നമ്മളോട് സ്റ്റേഡ് സോർ, സിക്ക് എന്നല്ല, സ്റ്റേഡ് സോർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുപ്പുള്ളവരായിരുന്നോ വേദനയുള്ളവരായിരുന്നോ എന്നൊക്കെ അവിടെ ഉപയോഗിക്കാം. പക്ഷെ എത്രമാത്രം ഞങ്ങൾ പോരാടാനും ഞങ്ങളുടെ വഴിക്ക് തന്നെ പോകാനും ശ്രമിച്ചുവോ അതിനേക്കാൾ ഉപരികമായി കാര്യങ്ങൾ കൂടുതൽ മോശമായി കൊണ്ടിരുന്നു. അപ്പം സംടൈംസ് ഇറ്റ് വാസ് റിമോഴ്സ് ആൻഡ് ദെൻ വി വെർ സോർ അറ്റ് അവർ സെൽവ്സ് ബട്ട് ദ മോർ വി ഫൗട്ട് ആൻഡ് നമ്മൾ സ്വയസഹതാപത്തിലും വേദനയിലും വൈരാഗ്യത്തിലും ഒക്കെ നമ്മൾ അവിടെ തന്നെ നിന്നു. ബട്ട് ദ മോർ വി ഫൗട്ട് ആൻഡ് ട്രൈ ടു ഹാവ് അവർ ഓൺ വേ ദ വേഴ്സ് മാറ്റർ ഗോട്ട്. അപ്പൊ നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞപ്പോൾ വഴി വളരെ മോശമായിരുന്നു. യുദ്ധത്തിൽ എന്ന പോലെ വിജയിക്കുവാൻ മാത്രമേ ജയിക്കുന്നതായി കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ വിജയത്തിന്റെ നിമിഷങ്ങൾ അല്പായുസുള്ളവരായിരുന്നു. ആസ് ഇൻ വാർ ദ വിക്ടർ ഓൺലി സീംഡ് ടു വിൻ. വിജയിക്കുന്നവർ മാത്രമേ വിജയിക്കുന്നവരായിട്ട് കാണുന്നുള്ളൂ. അവർ മൊമെന്റ്സ് ഇൻ ട്രമത്ത് വേർ ഷോർട്ട് ലൈവ്ഡ്. നമ്മുടെ വിജയം വളരെ വിജയത്തിന്റെ നിമിഷങ്ങൾ അല്പായുസുള്ളവരായിരുന്നു. അപ്പോ അതിനേക്കാൾ അധികമായി കൂടുതൽ കാര്യങ്ങൾ മോശമായി കൊണ്ടിരുന്നു. നമ്മൾ ആ കാര്യങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ നിന്നപ്പോ ഞങ്ങളുടെ വിജയത്തിന്റെ നിമിഷങ്ങൾ അല്പായുസുള്ളവരായിരുന്നു. പലപ്പോഴും നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ രോഗികളായി പിന്തുടർന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മാത്രം എന്റെ വില്ല് ഉറച്ചു നിന്നപ്പോ എന്തായി?
കുറച്ച് വിജയങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വിജയത്തിന്റെ നിമിഷങ്ങൾ അല്പായുസുള്ളവരായിരുന്നു. അതിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരുടെ തെറ്റ്, മറ്റാളുകളുടെ തെറ്റുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ അവര് തന്നെ ആയിരിക്കും തെറ്റ് ചെയ്തത്. അപ്പൊ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീതിയുക്തമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ വെറുപ്പുള്ളവരായി തീരുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പൊ അടുത്തത് വായിക്കാവോ? അഗാധമായ വിദ്വേഷം. റോമൽ. അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതം നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു നിമിഷാർദ്ധത്തേക്കെങ്കിലും ഇവ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ പ്രയോജനപ്രദമായി ചെലവഴിക്കേണ്ട സമയത്തെ നാം പാഴാക്കിയിരിക്കും. പക്ഷേ ഒരു അമിത മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയാനുഭൂതിയുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യമാക്കിയിട്ടുള്ള അയാൾക്ക് മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുക എന്ന ഏർപ്പാട് അളവറ്റ തോതിൽ ഭയങ്കരമായ ഒന്നായിരിക്കും. അത് മാരകമായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കാരണം അത്തരം വികാരങ്ങൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ വെളിച്ചത്തിൽ കടന്നു വരാനാകാത്ത രീതിയിൽ കതക് കൊട്ടിയടക്കുകയാണ് നാം ചെയ്യുന്നത്. മദ്യത്തിന്റെ ഭ്രാന്ത് തിരിച്ചു വരികയും നാം വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു. നമുക്കാകട്ടെ കുടിക്കുക എന്നാൽ മരിക്കുക എന്നർത്ഥം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതുണ്ടായിരുന്നു. ഭ്രാന്തമായ കോപാസന്തതയും നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയുമെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസംഷ്ടങ്ങളായ ആഡംബരങ്ങളായിരിക്കും. പക്ഷേ അമിത മദ്യാസക്തന് ഈ കാര്യങ്ങൾ വിഷമമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, അതായത് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ കുറെ കാലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടിയില്ല. അസന്തുഷ്ടിതയായിരുന്നു, നമ്മൾ ദുഃഖത്തിൽ തുടർന്നുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, എപ്പോഴും ദേഷ്യമുള്ള ഒരു മൈൻഡായിട്ട് നമ്മൾ മാറി. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ തന്നെ ജീവിക്കുന്നതിന്റെ വലിയ ഗുണങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. അതിനുശേഷം ബിൽ ഡബ്ല്യു പറയാണ്, അഗാധമായ വിദ്വേഷം ഉൾക്കൊള്ളുന്ന ജീവിതവും നിഷ്ഫലവും അസന്തുഷ്ടവുമായിരിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇറ്റ് ഇസ് പ്ലെയിൻ, അതായത് വ്യക്തമാണ്. ദാറ്റ് ലൈഫ് വിച്ച് ഇൻക്ലൂഡ് ഡീപ് റിസർവ് ലീഡ്സ് ഫ്യൂട്ടിലിറ്റി ആൻഡ് അൺഹാപ്പിനെസ്. ഫ്യൂട്ടിലിറ്റി എന്താണ്? പോയിന്റ്ലെസ്, അതായത് ഒരു വ്യർത്ഥതയാണ്, ശൂന്യതയാണ്, അല്ലെങ്കിൽ ഒരു നിരർത്ഥകമാണ് അങ്ങനെ ജീവിക്കുന്നത്. ഏത്? ദേഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതം ശൂന്യമാണ്, നിരർത്ഥകമാണ്, വ്യർത്ഥതയാണ്. അൺഹാപ്പിനെസ് ആണ്, അതായത് സന്തോഷമില്ലാത്തതാണ്. അടുത്ത വരി അദ്ദേഹം പറയുകയാണ്, ഒരു നിമിഷാർത്ഥത്തെങ്കിലും ഇവ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിച്ചാൽ പ്രയോജനപ്രദമായി ചെലവഴിക്കേണ്ട സമയത്ത് നാം പാഴാക്കുകയായിരിക്കും. ടു ദി പ്രഷ്യസ് എക്സ്റ്റെന്റ് ദാറ്റ് വി പെർമിറ്റ് ദിസ് ടു ബി സ്ക്വണ്ടർ. അതായത് സ്ക്വണ്ടർ എന്ന് വെച്ചാൽ ദൂർത്തടിക്കുക, നമ്മൾ സമയം ചെലവഴിക്കുക. ദ ഹവേഴ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ വർത്ത് വൈൽ. അതായത് പ്രയോജനപ്രദമായിട്ട് ജീവിക്കേണ്ട നമ്മുടെ ജീവിതത്തെ നമ്മൾ വ്യർത്ഥമായിട്ട് ജീവിക്കുകയായിരിക്കും ഒരു നിമിഷം പോലും നമ്മൾ ദേഷ്യത്തെ കൊണ്ടു നടന്നാൽ. But with the alcoholic, this hope is the maintenance and growth of a spiritual experience. അപ്പൊ ആത്മീയ അനുഭവങ്ങളിലൂടെ വളരണമെന്ന് വിചാരിക്കുന്ന അമിത മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ടുള്ള ഈ അനുഭൂതിയുടെ നിലനിൽപ്പും വളർച്ചയും ലക്ഷ്യമാക്കിയിട്ടുള്ള അയാൾക്ക് മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുക എന്ന ഏർപ്പാട് അളവറ്റ തോതിൽ ഭയങ്കരമായിരിക്കും. അപ്പൊ ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച് പെട്ടെന്ന് ദേഷ്യം വരാം. അയാൾ ആ ഒരു മാരകമായിട്ടുള്ള രീതിയിൽ അത് സൂക്ഷിക്കാനും എന്ന് വെച്ചാല് പരിപോഷിപ്പിക്കാനും വളർത്താനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ദിസ് ബിസിനസ് ഓഫ് റിസെന്റ്മെന്റ് ഇസ് ഇൻഫിനിറ്റിയൽ ഗ്രേവ്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഒരാൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാൾ മനസ്സില് ദേഷ്യവും വെച്ചു പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഗ്രേവ് ആണ്, കുഴിമാടമാണ്, ഒരു ഭീഷണിയാണ്, അല്ലെങ്കിൽ ഒരു മരണഹേതുവായിട്ടുള്ള വസ്തുവാണ്. അതിനാണ് ഗ്രേവ് എന്നുള്ള വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് മാരകം എന്നുള്ള വാക്കിലാണ് നമ്മൾ മലയാളത്തിലേക്ക് അത് മാരകമായിരിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ മാരകം, ഒരുപക്ഷെ മാരകം ചേരും അവിടെ. ഭീഷണി എന്നോ ഗൗരവം എന്നുള്ള ഒരു വാക്കിലാണ് ആ ഗ്രേവ് എന്നുള്ളത്. വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫാറ്റൽ. ഫാറ്റൽ എന്താണ്? ഈ ദേഷ്യം നമ്മൾക്ക് നിർണായകമാണ്, വിനാശകരമാണ്, മാരകമാണ്.
ചിലപ്പോ പ്രാണഹാനി എന്നൊക്കെയാണ് മലയാളത്തിൽ തന്നെ വാക്ക് ഞാൻ കണ്ടത്. എന്ന് വെച്ചാല് നമ്മുടെ ജീവനെ തന്നെ നഷ്ടപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഫാറ്റൽ. FATAL ഫാറ്റൽ. കാരണം അത്തരം വികാരമായ മനസ്സാധനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മാവിന്റെ വെളിച്ചത്തിൽ കടന്നു വന്ന രീതിയിൽ കഥ കൂട്ടിയെടുക്കുന്നതാണ്. ഇതെല്ലാം ഇവിടെ ചേർത്ത് മലയാളത്തിൽ ചേർത്തുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും ഞാൻ ആ ഇംഗ്ലീഷിലുള്ളത് പെട്ടെന്ന് പറയാം. ഫാറ്റൽ. ഫോർ വെൻ ഹാർബറിംഗ് സച്ച് ഫീലിംഗ്സ് വി ഷട്ട് അവർ സെൽസ് ഓഫ് ഫ്രം ദ സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്. അടുത്ത വാക്ക് അവിടെ ചേർത്തിട്ടുണ്ട്. കാരണം അത്തരം വികാരങ്ങൾക്ക് ഞങ്ങൾ മനസ്സിൽ സ്ഥാനം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിന്റെ വെളിച്ചത്തിൽ കടന്നു വരാനാകാത്ത രീതിയിൽ കഥക് കൊട്ടിയടക്കുകയാണ് നാം ചെയ്യുന്നത്. സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് അല്ലെ, നമുക്ക് ബ്ലോക്ക് ചെയ്യും. ആ ഒരു വെളിച്ചം കടന്നു വരാത്ത രീതിയിൽ ദേഷ്യം അതിനെ ബ്ലോക്ക് ചെയ്യുകയും ആത്മാവിന്റെ വെളിച്ചം സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് കടന്നു വരാത്ത. അപ്പൊ ആദ്യത്തെ എന്താണ്, ഒരു കുഴിമാടമാകും. രണ്ടാമത്തെ ഫാറ്റലാകും അല്ലെങ്കിൽ ഗൗരവമാകും. മൂന്നാമത്തത് സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്, ദൈവത്തിന് ഒരു ആത്മീയ വെളിച്ചം കടന്നു വരികയില്ല. ഇനി അടുത്തത് എന്താണ് പറയുന്നത്, മദ്യത്തിന്റെ മുഴുഭ്രാന്ത് തിരിച്ചു വരികയും നാം വീണ്ടും കുടിക്കുകയും ചെയ്യും. ഫോർ വെൻ ഹാർബറിംഗ് സച്ച് ഫീലിങ്സ്, അതായത് ഇത്തരം ദേഷ്യത്തിന്റെ വികാരങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കുകയും താലോടുകയും വളർത്തുകയും ചെയ്താൽ നമുക്ക് സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് വരികയില്ല. അടുത്തൊരു വാക്കുകൂടെ, ദ ഇൻസാനിറ്റി ഓഫ് ആൽക്കഹോൾ റിട്ടേൺസ്, നമ്മളുടെ ആ ഭ്രാന്ത് തിരിച്ചു വരും. ആൻഡ് വി ഡ്രിങ്ക് അഗെയിൻ, നമ്മൾ വീണ്ടും കുടിക്കും. അപ്പൊ ദേഷ്യം വെച്ചോണ്ടിരുന്ന എന്താണ്, വി ഡ്രിങ്ക് അഗെയിൻ ആൻഡ് വിത്ത് us ടു ഡ്രിങ്ക് ടു ഡൈ, എന്ന് വെച്ചാല് നമുക്കാകട്ടെ കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. അപ്പം ആദ്യം ഗ്രേവ് പറഞ്ഞു, പിന്നെ ഫാറ്റൽ പറഞ്ഞു, പിന്നെ സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് പറഞ്ഞു, പിന്നെ അവസാനം പറയാ ടു ഡ്രിങ്ക് ഈസ് ടു ഡൈ, നമ്മൾ മരിക്കും. അപ്പോ 4-5 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1 2 3 4 കാര്യങ്ങൾ. ഇഫ് യു വെയർ ടു ലൈവ്, അതായത് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോപത്തിൽ നിന്ന് സ്വതന്ത്രരാകേണ്ടതുണ്ടായിരുന്നു. ദ ഗ്രൗച്ച് ഗ്രൗച്ച് എന്ന് വെച്ചാൽ ഒരു മുറുമുറുപ്പില് ശുണ്ഠി അസംതൃപ്തി എന്നുള്ള അർത്ഥത്തിലാണ്. ഗ്രൗച്ച് ഭ്രാന്തമായ കോപാന്തതയും നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വി ഹാവ് ടു ബി ഫ്രീ ഓഫ് ആങ്കർ. ദ ഗ്രൗച്ച് ആൻഡ് ദ ബ്രെയിൻ സ്റ്റോം വെയർ നോട്ട് ഫോർ us. ബ്രെയിൻ സ്റ്റോം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഉഗ്രമായ മാനസിക വിക്ഷോഭം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ മസ്തിഷ്ക വിസ്ഫോടനം എന്നുള്ളതാണ് ബ്രെയിൻ സ്റ്റോം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിൽ അത് ഭ്രാന്തമായ കോപാന്തതയും നിരന്തരമായ പരാതി കൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവയൊക്കെ സാധാരണ മനുഷ്യരുടെ അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു വാക്ക് അവിടെ വിട്ട് കളഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, എനിക്ക് കൃത്യമായ അറിവില്ല. പക്ഷെ ഇംഗ്ലീഷ് ബുക്കിൽ അത് പറയുന്നത് ബ്രെയിൻ സ്റ്റോം എന്നാണ്. അതായത് ഒരു ദേഷ്യം കൊണ്ടു നടന്നു കഴിഞ്ഞാല് അത് നമ്മുടെ ബ്രെയിനെ ബാധിക്കും. ബ്രെയിന് ഒരു വിസ്ഫോടനം ഉണ്ടാകും, മാനസിക വിക്ഷോഭം ഉണ്ടാകും, അല്ലെങ്കിൽ മസ്തിഷ്ക വിക്ഷോഭം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. അടുത്താണ് ദേ മേ ബി ദ ഡ്യൂബിയസ് ലക്ഷറി നോർമൽ മെൻ. ഡ്യൂബിയസ് എന്ന് വെച്ചാല് അത്ര തീർച്ചയൊന്നുമില്ല, അത്ര ഉറപ്പില്ലാത്തൊരു കാര്യത്തിനാണ് ഡ്യൂബിയസ് എന്നുള്ള വാക്കുന്നത്. ഉറപ്പില്ല, പക്ഷെ അത് ചില സാധാരണക്കാർക്ക് അത് ലക്ഷറി ആയിരിക്കും, അത് ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബട്ട് ഫോർ ആൽക്കഹോൾ ദിസ് തിങ്സ് ഇസ് പോയിസൺ. വീണ്ടും പറയാണ്, 5ാമത്തെ കാര്യമായിട്ട് പറയാണ്, വിഷമാണ്. ആർക്ക്? ആൽക്കഹോളിക്കിന്. അപ്പൊ ഗ്രേവ് ആണ്, ഫാറ്റിലാണ്, സൺലൈറ്റ് ഓഫ് ദ സ്പിരിറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്, ഡൈ ആണ്, മരിക്കുകയാണ്, പോയിസൺ ആണ്, അടുത്ത എന്താണ്, വിഷമാണ്. അപ്പോ റിസെന്റ്മെന്റിനെ കൊണ്ടു നടക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം വി ടേൺഡ് ബാക്ക് ടു ദി ലിസ്റ്റ്. അടുത്ത് വായിക്കാവോ? അടുത്ത ഞങ്ങൾ പടിയിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ പട്ടികയിലേക്ക് തന്നെ തിരിഞ്ഞു, കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. പടിയിലേക്ക് തന്നെ തിരിഞ്ഞു, കാരണം ഭാവിയുടെ താക്കോൽ അതിലാണ്. അതിനെ പുതിയൊരു വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തയ്യാറെടുത്തിരുന്നു. ലോകവും അതിലെ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അത്തരമൊരു അവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യാഥാർത്ഥ്യമോ ഭാവനയോ ആവട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോന്നവയാണ്. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ അമർഷത്തെ അതിജീവിക്കേണ്ടതുണ്ട്, പക്ഷേ എങ്ങനെ? മദ്യത്തിനുപരി അവ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചവരാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അവരുടെ രോഗലക്ഷണങ്ങളും അവ ഞങ്ങളെ ശല്യം ചെയ്ത രീതിയും ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെപ്പോലെ രോഗികളായിരുന്നു. സസന്തോഷം ഞങ്ങൾക്ക് രോഗികളായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോടും കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളോട് തന്നെ പറയുന്നു, ഇയാൾ ഒരു രോഗിയാണ്.
ഞങ്ങൾ ഇയാളെ എങ്ങനെ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കൂ. അവിടുന്ന് അത് ചെയ്യും. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് പട്ടികയിലേക്ക് തിരിഞ്ഞു നോക്കിയെന്നാണ്. വീണ്ടും നമ്മൾ പട്ടിക തയ്യാറാക്കുകയാണ്. കാരണം ഭാവിയുടെ താക്കോൽ അത് ഇതാണ്. ഭാവിയുടെ താക്കോൽ എന്താണ്? ഭാവിയുടെ താക്കോൽ അതായത് നമുക്കറിയാം, ഈ കോളം എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റെപ്പ് 5 ചെയ്യാനും കീ ടു ദി ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്റ്റെപ്പ് 5 മുതൽ 6-7 പടികൾ കൂടാതെ ആദ്യത്തെ കോളത്തിലെ സ്റ്റെപ്പ്, അതായത് കോളം നമ്പർ 1 സ്റ്റെപ്പ് 8 and 9 നമ്മൾ ചെയ്യുക. പിന്നെ കോളം നമ്പർ ചിലര് 4 കോളം ഉള്ളൂ, ചിലർ 5 കോളം എന്ന് പറയും. പക്ഷെ നമുക്കിതെല്ലാം 5 കോളം എന്ന് തീരുമാനിച്ചാൽ തന്നെയും കോളം 4 സ്റ്റെപ്പ് 5 എടുക്കുന്നു, കോളം 5 5, 6, 7 പടികൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബിഗ് ബുക്കിൽ പറയുന്ന രീതിയിലാണെങ്കിൽ ശരിക്കും 4 കോളത്തിന്റെ ആവശ്യമുള്ളൂ. ചില സ്പോൺസേഴ്സ് 5 കോളം കണ്ട വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഈ ബിഗ് ബുക്ക് പറയുന്ന കോളത്തിലൂടെ കടന്നു പോകും. അപ്പം ഭാവിയുടെ താക്കോൽ അതാണ്. അപ്പോൾ ഈ 4-ാം പടി എടുത്തതിന് ശേഷം കത്തിച്ചു കളയണം, അല്ലെങ്കിൽ ഇതിന് ശേഷം ഇത് ഉപയോഗിക്കേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് കത്തിച്ചു കളയേണ്ടത് പിന്നീട് നമ്മൾ അമൻസ് ചെയ്യുന്ന പല ആളുകൾ ലെറ്റർ എഴുതുന്ന കാര്യങ്ങളൊക്കെയാണ് കത്തിച്ചു കളയേണ്ടി വരുന്നുള്ളൂ. നമുക്ക് 8-ാം പടിയും ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ 9-ാം പടി 8, 9 പടികളൊക്കെ ഉപയോഗിക്കുന്നതിന് ഈ ലിസ്റ്റ് ആവശ്യമുണ്ട്. ആരും കാണാതെ നമ്മളിത് വെക്കുകയാണ്. കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരോടും ഇത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയോട് നമ്മളിത് വിളിച്ചു പറയാനായിട്ട് തയ്യാറാകുകയാണ്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കീ ടു ദി ഫ്യൂച്ചർ ഇതാണ്. നമ്മൾ വി ആർ പ്രിപ്പയർഡ് ടു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ആൻ എൻറ്റയർലി ഡിഫറെന്റ് ആംഗിൾ. ഇവിടെ നമ്മൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിൽ, അതായത് ആദ്യത്തെ 2 കോളത്തിൽ എന്താണ് ചെയ്തത്? നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളെ ലുക്ക് അറ്റ് ചെയ്യണം. 3 കോളത്തിൽ, ആദ്യത്തെ 1, 2, 3 കോളത്തില് ലുക്കിംഗ് ടു ദം, അവരെയാണ് നോക്കിയത്. അവരെന്താണ് നമുക്ക് ചെയ്തത്? അത് നമ്മളെ എങ്ങനെ ബാധിച്ചു? നമ്മുടെ സെൽഫ് എസ്റ്റീമിന്, അഹങ്കാരത്തെയോ പ്രൈഡിന്, ആത്മാഭിമാനത്തെ ബാധിച്ചോ? നമ്മുടെ ഇമോഷണൽ സെക്യൂരിറ്റിയെ, നമ്മുടെ വൈകാരിക സുരക്ഷിതത്വത്തെ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ, നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചോ? ഫിസിക്കൽ സെക്യൂരിറ്റി, നമ്മുടെ ശാരീരിക അവസ്ഥയെ ബാധിച്ചോ? അല്ലെങ്കിൽ അംബീഷനെ ബാധിച്ചോ? അതായത് വിജയിക്കാൻ ആകുന്ന നമ്മുടെ ചില ആഗ്രഹങ്ങളെ ബാധിച്ചോ? പേഴ്സണൽ റിലേഷൻ, നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെ ബാധിച്ചോ? സെക്സ് റിലേഷൻ, നമ്മുടെ ലൈംഗികപരമായ ബന്ധത്തെയൊക്കെ ബാധിച്ചോ എന്നൊക്കെ നോക്കിയതിന് ശേഷം 1, 2, 3 കോളത്തില് മറ്റുള്ളവരെയാണ് നോക്കുമ്പോൾ, ഇവിടെ നമ്മൾ 4-ാമത്തെയും 5-ാമത്തെയും കോളത്തിൽ നമ്മളിലേക്കാണ് നോക്കുക. ലുക്കിംഗ് അറ്റ് മീ. we began to see that the world and its people really dominated us. In this says the wrongdoing of others. അപ്പൊ wrong doing of others ഞങ്ങൾ പട്ടിയിലേക്ക് തിരിഞ്ഞു നോക്കി. കാരണം ഭാവിയുടെ താക്കൾ അതിലാണ്. അതിനൊരു പുതിയ വീക്ഷണത്തിൽ കാണാൻ ഞങ്ങൾ തിരക്കും. ലോകവും അതിൽ ജനങ്ങളും ഞങ്ങളെ നിയന്ത്രിക്കുന്നതായി ഞങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ 1, 2, 3 പടിക കോളംസ്. അത്തരം ഒരു അവസ്ഥയിൽ മറ്റുള്ളവരുടെ തിന്മകൾ യഥാർത്ഥമോ ഭാവനയോ ആകട്ടെ ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നതാണ്. ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഈ അമർഷത്തെ അതിജീവിക്കണം. പക്ഷെ എങ്ങനെ? മദ്യത്തിനുപരിയായി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ ഹൗ കുഡ് വി എസ്കേപ്പ്? എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? വി സോ ദാറ്റ് ദിസ് റിസൾട്ട്മെന്റ് മസ്റ്റ് ബി മാസ്റ്റേർഡ്. ബട്ട് ഹൗ? ഇത് നമുക്ക് കടന്നു പോകണം, നമുക്ക് ആഗ്രഹമുണ്ടത് എങ്ങനെയാണ്? വി കുഡ് നോട്ട് വിഷ് ദം എവേ എനി മോർ ദാൻ ആൽക്കഹോൾ. അപ്പോ മദ്യത്തിനുപരി അവയെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ ദിസ് വാസ് അവർ കോഴ്സ്. എന്താണ് നമ്മുടെ കോഴ്സ്? ഇനി ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. വി റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ഹു റോങ്ഡ് us, അതായത് കോളം 1 പീപ്പിൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ, തത്വങ്ങളും ഇത് നമ്മൾ നോക്കി. ആളുകൾ, തത്വങ്ങള്, ഇൻസ്റ്റിറ്റ്യൂഷൻ. പീപ്പിൾ, പ്രിൻസിപ്പിൾസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ. അതെ, തത്വങ്ങൾ 3. അപ്പൊ ആ 1-ാമത്തെ കോളത്തിൽ നോക്കി. 2-ാമത്തെ കോളത്തിൽ എന്താണ്? അത് നമ്മളെ എങ്ങനെ ബാധിച്ചു നോക്കി. റോങ്ഡ് us, അല്ലെ? വേർ പെർഹാപ്സ് സ്പിരിച്വലി സിക്ക്. അപ്പൊ അത്തരം ഒരു അവസ്ഥയിൽ ഞങ്ങളുടെ തിന്മകൾ യഥാർത്ഥ ഭാവനയായിട്ട് ഞങ്ങളെ നശിപ്പിക്കാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളോട് തെറ്റ് ചെയ്തവർ ആത്മീയമായി അധപ്പതിച്ചതാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഈ 3 കോളം എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. അവർക്ക് ആത്മീയമായി അധപ്പതിച്ചവരാണ്. അവരുടെ രോഗരക്ഷണം ഞങ്ങളെ ശല്യം ചെയ്തിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരും ഞങ്ങളെ പോലെ രോഗികളായിരുന്നു. അപ്പോ അവരുടെ സിംറ്റംസ് കോളം 2 നമുക്ക് കണ്ടു, അല്ലെ? അതെങ്ങനെയാണ് നമ്മൾ ബാധിച്ചത്, നമ്മളെങ്ങനെയാണ് ദേഷ്യപ്പെടുത്തിയത്, എന്തുകൊണ്ടാണ് അവർ നമ്മളെ ദേഷ്യപ്പെടുത്തിയതെന്നൊക്കെ നമ്മൾ കണ്ടു. സിംറ്റംസ്. അത് ഡിസ്റ്റർബ്ഡ് us, എങ്ങനെയാണ് കോളം നമ്പർ 3 നമ്മുടെ ഇൻസ്റ്റിങ്ക്ട്, ജന്മവാസനകൾ അത് എങ്ങനെ ശല്യപ്പെടുത്തിയെന്നൊക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് ഒരു ഡിഫറെന്റ് ആംഗിളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ആ ഡിഫറെന്റ് ആംഗിൾ എന്താണ്? രോഗലക്ഷണം അവൻ ഞങ്ങളെ ശല്യം ചെയ്തത് ഞങ്ങൾക്ക് രോഗലക്ഷണങ്ങളും
ഞങ്ങളെ ശല്യം ചെയ്ത രീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരും ഞങ്ങളെ പോലെ രോഗികളായിരുന്നു. നമ്മൾ അവരെ രോഗികളായി, ദേ ആർ സിക്ക്. നമ്മളോട് തെറ്റ് ചെയ്തവരെല്ലാം സിക്ക് ആയിട്ടുള്ള രോഗികളായി നമുക്കുണ്ട്. സന്തോഷം ഞങ്ങൾക്ക് രോഗിയായ ഒരാളോട് കാട്ടുന്ന ദയയും ക്ഷമയും സഹിഷ്ണുതയും അവരോട് കാട്ടാൻ ഞങ്ങളെ സഹായിക്കാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അവിടെ ഒരു പ്രാർത്ഥനയാണ്. ഫോർത്ത് സ്റ്റെപ്പിന്റെ പ്രാർത്ഥനയാണ്. വി ആസ്ക് ഗോഡ് ടു ഹെൽപ്പ് us ഷോ them the same tolerance, pity and patience that we would cheerfully grant a sick friend. ഒരു തെറ്റ് വളരെയധികം തെറ്റ് ചെയ്ത അല്ലെങ്കിൽ വളരെയധികം തിന്മ ചെയ്ത ഒരു രോഗിയായിട്ടുള്ള ഒരാളോട് സഹിഷ്ണുതയോടും ദയയോടും പെരുമാറാനായിട്ട് ദൈവത്തോട് അപേക്ഷിച്ചു. ഒരാൾ ഞങ്ങളോട് എതിർക്കുമ്പോൾ ഞങ്ങളോട് തന്നെ പറയുന്നു, ഇയാൾ രോഗിയായ ഇയാളെ എങ്ങനെ നമ്മൾ സഹായിക്കും? ദൈവമേ, ക്രോധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. അത് അവിടുന്ന് അത് ചെയ്യും. അപ്പോൾ when a person offended, we said to ourselves, this is a sick man, how can I be helpful to him? God save me from being angry, they will be done. അപ്പോ പകയും, അടുത്ത വാക്കുകൾ ഞാൻ വായിക്കാം. പകയും തർക്കങ്ങളും ഞങ്ങൾ ഒഴിവാക്കുന്നു. വി അവോയ്ഡ് റിറ്റാലിയേഷൻ ഓർ ആർഗ്യുമെന്റ്. എന്താണ് റിറ്റാലിയേഷൻ? റിറ്റാലിയേഷൻ എന്ന് വെച്ചാൽ പ്രതികാരം, പകരം വീട്ടുക, തിരിച്ചടിക്കുക, ഇങ്ങോട്ട് ചെയ്തുപോലെ തന്നെ അങ്ങോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ റിയാക്റ്റിനെയാണ് പറയുക. റിറ്റാലിയേഷൻ എന്ന് വെച്ചാൽ റിയാക്ട്. വി അവോയ്ഡ് റിറ്റാലിയേഷൻ, നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് പകരം വീട്ടുകയല്ല. ഓർ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ അവരോട് തർക്കത്തിന് പോകുന്നില്ല. വി വുഡിന്റ്. അങ്ങനെ ചെയ്താൽ സഹായിക്കാനുള്ള അവസരങ്ങൾ നാം നഷ്ടപ്പെടുത്തിയതാകാം. നമുക്കെല്ലാവരും സഹായിക്കാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ എല്ലാവരോടും കാരുണ്യത്തോടും സഹിഷ്ണുതയോടും കാണാനെങ്കിലും ദൈവം നമ്മെ സഹായിക്കും. ഇഫ് യു ഡു വി ഡിസ്ട്രോയ് അവർ ചാൻസ് ടു ബി ഹെൽപ്ഫുൾ. നമ്മൾ അവരോട് പ്രതികരിക്കാൻ പോയാൽ, നമ്മൾ തിരിച്ചടിക്കാൻ പോയാൽ, നമ്മൾക്ക് ഇങ്ങോട്ട് ചെയ്ത പോലെ അങ്ങോട്ട് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പരാജയപ്പെടും. വി ഡിസ്ട്രോയ് നമ്മുടെ ചാൻസ്, അവർക്ക് സഹായകരമായി ജീവിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടും. നമുക്കറിയാം, സ്റ്റെപ്പ് 3 നമ്മൾ എന്താണ് പറഞ്ഞത്? മറ്റുള്ളവർക്ക് സഹായകരമായ ജീവിതത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചേക്കുവാണ്. അപ്പൊ നമ്മൾ അത് നഷ്ടപ്പെടും. വി കനോട്ട് ബി ഹെൽപ്ഫുൾ ടു ഓൾ പീപ്പിൾ, ബട്ട് അറ്റ്ലീസ്റ്റ് ഗോഡ് വിൽ ഷോ us ഹൗ ടു ടേക്ക് എ കൈൻഡ്ലി ആൻഡ് ടോളറന്റ് വ്യൂ ഓഫ് ഈച്ച് ആൻഡ് എവരി വൺ. അപ്പൊ മറ്റുള്ളവരോട് എങ്ങനെയെങ്കിലും സഹിഷ്ണുതയോടും കാണുന്ന ദൈവം നമ്മളെ സഹായിക്കും. അടുത്തത് റെഫറിങ് ടു അവർ ലിസ്റ്റ് അഗെയിൻ. വീണ്ടും നമ്മൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയുകയും ഞങ്ങളുടെ തെറ്റുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ 4ാമത്തെ കോളത്തിൽ എത്തിച്ചേരുകയാണ്. 4ാമത്തെ കോളത്തിൽ നമ്മൾ വീണ്ടും 1, 2, 3 കോളം മറ്റുള്ളവരുടെ തെറ്റുകൾ നോക്കുമ്പോൾ 4ാമത്തെ കോളം എന്താണ്? നമ്മുടെ തെറ്റുകൾ നമ്മൾ പരിശോധിക്കുകയാണ്. wrongs others had done, we resolutely looked for our own mistakes. ഞങ്ങൾ മറ്റു കളയും ഞങ്ങളുടെ തെറ്റുകൾ നോക്കി. എവിടെയാണ് ഞങ്ങൾ സ്വാർത്ഥരും വഞ്ചകരും തൻകാരും നോക്കുന്നവരും ഭീരുക്കളുമായത്? ഞങ്ങളുടെ മാത്രം കുറ്റം കൊണ്ടല്ല ഒരവസ്ഥ ഉണ്ടായതെങ്കിൽ കൂടി അതിൽപ്പെട്ടയാളെ ഞങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി. അപ്പൊ ജസ്റ്റിഫൈഡ് ആങ്കർ, അതായത് നീതിയുക്തമായ ആങ്കറിനെ നമ്മളിവിടെ ഒഴിവാക്കുകയാണ്. എവിടെയാണ് ഞങ്ങൾ കുറ്റക്കാരായത്? ആത്മപരിശോധന ഞങ്ങളുടേതായിരുന്നു, മറ്റൊരാളായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി ഞങ്ങൾ അവയെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുകയും അവ നേരെയാക്കുവാൻ മനസ്സുള്ളവരാകുകയും ചെയ്തു. അപ്പം വീണ്ടും നമ്മൾ പരിശോധിച്ചുകൊണ്ട് 4ാമത്തെ കോളം എത്തുമ്പോഴത്തേക്കും നമ്മുടെ സ്വന്തം തെറ്റുകളും എവിടെയാണ് നമ്മൾ ഭീരുക്കളായത്, സ്വാർത്ഥരായത്, തൻകാര്യം മാത്രം നോക്കുന്നവരായത്. അപ്പൊ സെൽഫിഷ്, ഡിസ്ഹോണസ്റ്റ്, സെൽഫ് സീക്കിംഗ്, ഫ്രൈറ്റൻഡ് എന്നുള്ളതാണ്. ത്രൂ എ സിറ്റുവേഷൻ ഹാഡ് നോട്ട് ബി എൻറ്റയർലി അവർ ഫോൾട്ട്, വി ട്രൈ ടു ഡിസ്കാർഡ് ദ അതർ പേഴ്സൺ ഇൻവോൾവ് എൻറ്റയർലി. മറ്റുള്ളവരെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കി. വേർ വി ടു ബ്ലെയിം, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ദ ഇൻവെന്ററി വാസ് അവേഴ്സ്, നോട്ട് ദ അതർ മാൻ. മറ്റുള്ള ആളുകളുടെ ഇൻവെന്ററി അല്ല. അപ്പോ 4th സ്റ്റെപ്പ് എടുക്കുന്നത് മറ്റുള്ള ആളുകളുടെ ഇൻവെന്ററി എടുക്കാനല്ല, നമ്മുടെ ഇൻവെന്ററി എടുക്കാനാണ്. വിൻ വി സോ അവർ ഫോൾട്ട്, നമ്മളുടെ കുറ്റം കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ അത് ലിസ്റ്റ് ചെയ്തു. വി പ്ലേസ്ഡ് ദം ബിഫോർ us ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അത് ചെയ്തു. ചിലര് ഇവിടെ വി ലിസ്റ്റഡ് എന്നുള്ള വാക്ക് 5ാമത്തെ പടിയിലേക്ക് 5ാമത്തെ കോളമായിട്ട് എടുക്കാറുണ്ട്. ചിലർ ഇത് 4 കോളത്തിൽ നിർത്താറുണ്ട്. അത് നമ്മുടെ സ്പോൺസർ നമ്മളോട് പറയുന്ന പോലെയാണ്. അപ്പോൾ വി പ്ലേസ്ഡ് ദം ബിഫോർ us ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വി അഡ്മിറ്റഡ് അവർ wrongs honestly and were willing to set this matter straight. അപ്പോൾ അങ്ങനെ സത്യസന്ധമായി ഞങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക, അവ നേരെയാക്കാൻ മനസ്സിലുള്ളവരാവുകയും ചെയ്തു. അപ്പൊ നമ്മൾ 5 കോളം ഇവിടെ പൂർത്തിയാക്കാണ്. അല്ലെങ്കിൽ 4 കോളമെങ്കിൽ 4 കോളം നമ്മൾ പൂർത്തിയാക്കാണ്. അപ്പോ അടുത്തതൊന്ന് വായിക്കാവോ? നമുക്ക് അത് ഫിയറിന്റെ അവിടെ വരെ നിർത്താം. മിസ്റ്റർ ബ്രൗൺ, മിസ്സിസ് ജോൺസ്, തൊഴിലുടമ, ഭാര്യ എന്നിവരോടുണ്ടായിരുന്ന വിഷമങ്ങൾക്ക് നേരെ ഭയം എന്ന പദം
വലയത്തിലിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ കൊച്ചുപദം ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു. ഇത് ജീവിതം കരളുന്ന ഒരാപത്താണ്. നമ്മുടെ അസ്തിത്വത്തിൽ ഇതുകൊണ്ട് മടവീഴും. ഇത് സാഹചര്യങ്ങളെ അനർത്ഥങ്ങളിലേക്ക് തള്ളിക്കൊണ്ടുപോകും, നാം അർഹിക്കാത്ത നാശത്തിലേക്ക്. പക്ഷേ നമ്മൾ തന്നെയല്ലേ പന്തുരുട്ടാൻ തുടങ്ങിയത്? ഭയം കളവിന്റെ കൂട്ടാളിയാണെന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത് കൂടുതൽ ആപത്ത് വരുത്തും. അപ്പൊ അടുത്തത് നമ്മൾ ഭയത്തെ കുറിച്ചാണ്. അപ്പൊ ഭയത്തെ കുറിച്ച് ചിലർ 5 കോൾ എടുക്കാറുണ്ട്, ചിലര് 2 കോൾ. പക്ഷെ ബിഗ് ബുക്കിൽ ശരിക്കും 2 കോളത്തിന്റെ ആവശ്യം പറയത്തുള്ളൂ. അതായത് നമുക്ക് ഒരുപാട് ഭയങ്ങളുണ്ട്. നമ്മള് പ്രായമാവുന്നുള്ള ഭയം, നമുക്ക് ഈ അതോറിറ്റി അധികാരത്തെ കുറിച്ചുള്ള ഭയം, നൂറുകണക്കിന് നമ്മുടെ കടക്കാരോടുള്ള ഭയം, മരണത്തെ കുറിച്ചുള്ള ഭയം, രോഗത്തെ കുറിച്ചുള്ള ഭയം, വിവാഹമോചനത്തെ കുറിച്ചുള്ള ഭയം, ജോലിയെ കുറിച്ചുള്ള ഭയം, ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ള ഭയം, വൈകാരികമായ ഭയം, സാമ്പത്തിക അവസ്ഥയിലുള്ള കുറിച്ചുള്ള ഭയം, നമ്മൾക്ക് പറക്കാനുള്ള ഭയം അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാനുള്ള ഭയം, അങ്ങനെ നൂറുകണക്കിന്. അപമാനിക്കപ്പെടുമോ എന്നുള്ള ഭയം, മറ്റുള്ളവർ ഉപദ്രവിക്കുമെന്നുള്ള ഭയം, ഒറ്റപ്പെടുന്നതിനുള്ള ഭയം, പണം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അങ്ങനെയുള്ള നൂറുകണക്കിന് ഫോമുള്ള ഭയം നമുക്ക് ലിസ്റ്റ് നോക്കിയാലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഭയത്തെ കുറിച്ചാണ് മിസ്റ്റർ ബ്രൗൺ മിസ്സിസ് ജോൺസ് തൊഴിലുടമ ഭാര്യ എന്ന. അപ്പൊ അവിടെ കുറച്ച് ഭയത്തെ കുറിച്ച് നമ്മൾ ആ ലിസ്റ്റിൽ കാണാം. പക്ഷെ ഭയം എന്ന പദം ഭയം എന്ന പദം വലയത്തിലിട്ടിരിക്കുന്നുണ്ട്. ഈ കൊച്ചുപദം ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു. ഇത് ജീവിതം കരളുന്ന ഒരാപത്താണ്. നമ്മുടെ അസ്തിത്വം ഇതുകൊണ്ട് മട വീഴും. അത് ഏത് സാഹചര്യ അനർത്ഥങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോകും. അർഹിക്കാത്ത നശീകരണം. പക്ഷെ നമ്മൾ തന്നെയല്ല പന്തുരുട്ടാൻ തുടങ്ങിയത്. ഭയം കളവിന്റെ കൂട്ടാളിയാണെന്ന് ഞങ്ങൾ ചിലപ്പോൾ തോന്നുന്നത്. ഇത് കൂടുതൽ ആപത്ത് വരുത്തും. അപ്പൊ ആ ഫിയർ എന്നുള്ള വാക്ക് നമ്മളെ പലപ്പോഴും ജീവിതത്തിൽ കരളുന്ന ഒരു ആപത്തായിട്ടാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് വാസ് ആൻ ഈവിൾ ആൻഡ് കൊറോഡിങ് ത്രെഡ്. നമുക്ക് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇത് പോകും എന്നൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭിമാനം നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഭയം, കുറെ ഭയങ്ങളുണ്ട്. അപ്പൊ ഈ ഭയപ്പെട്ടതൊന്നും നമുക്കിപ്പോ ചിന്തിച്ചറിയാൻ പലപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭയം ഒരു നുണയാണ്, ഭയം ഒരു നുണവിന്റെ കൂട്ടുകാരാണെന്നാണ്. ഇത് കൂടുതൽ ആപത്ത് വരുത്തും. ഞങ്ങളുടെ ഭയത്തെ വിശദമായി പുനഃപരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അമർഷമില്ല, ഞങ്ങൾ അത് കടലാസിൽ പകർത്തി. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കുള്ളത്? ഞങ്ങളോട് തന്നെ ചോദിച്ചു. സ്വാശ്രയബോധം നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ? സ്വാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷെ നിലനിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ പേടി പ്രശ്നം പരിഹരിച്ചില്ല. മറ്റു പല പ്രശ്നങ്ങൾക്കും ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അപ്പം നമ്മൾ ഈ റിവ്യൂഡ് അവർ ഫിയർ തറോലി. വീണ്ടും നമ്മൾ പരിശോധിക്കാം. വി പുട്ട് ദം ഓൺ പേപ്പർ. അപ്പൊ ഒരു കോളമുള്ളു. ഈവൻ ദോ വി ഹാഡ് നോ റിസെന്റ്മെന്റ് ഇൻ കണക്ഷൻ വിത്ത് ദം. അപ്പൊ അതിനകത്ത് നീരസത്തിന്റെ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഒരു കോളത്തില് ഭയത്തെ കൊണ്ട് വി ആസ്ക്ഡ് അവർസെൽഫ് വൈ വി ഹാഡ് ദം. അപ്പൊ രണ്ടാമത്തെ കോളം എന്താണ്? എന്തുകൊണ്ടാണ് ആ ഭയം നമുക്കുള്ളത്? വാസ് ഇറ്റ് ബിക്കം സെൽഫ് റിലയൻസ് ഫെയിൽഡ് us? സെൽഫ് റിലയൻസ് വാസ് ഗുഡ് as for it went, but it horrible. Some of us had great self-confidence, but it didn't fully solve the fear problem or any other. When it made us cocky, it was worse. അപ്പം 62ാമത്തെ പേജിൽ നമ്മൾ കാണുന്ന ആ ലിസ്റ്റിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ ഈ ഭയത്തിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് ചിലപ്പോൾ ആ മർമ്മർഷമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭയമില്ലെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമുക്ക് ഭയം ഉണ്ടെങ്കിൽ ഭയത്തിന്റെ ലിസ്റ്റിലേക്ക് എടുക്കാറുണ്ട് എന്ന് പറയണം. അപ്പൊ അടുത്തത്, ഒരുപക്ഷെ ഭേദപ്പെട്ട ഒരു മാർഗം ഉണ്ടാകാം. ഞങ്ങൾ അങ്ങനെ കരുതുന്നു. കാരണം ഇന്ന് ഞങ്ങൾ ഒരു പുതിയ അടിസ്ഥാനത്തിലാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന അടിസ്ഥാനത്തിൽ. അനന്തമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, ക്ഷണികമായ അദ്ദേഹത്തിലല്ല. അവനെ ഏൽപ്പിച്ച പണി ചെയ്യാനാണ് ഞങ്ങൾ ഈ ലോകത്തിലുള്ളത്. അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനും വിനീതമായി അവനിൽ ആശ്രയിക്കാനും വേണ്ടി മാത്രം. സർവനാശത്തെ നന്മയോട് ചേർക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചേക്കും. അപ്പോ ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയത്തിന് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയത കഴിവുകേടിന്റെ വഴിയാണെന്ന് കരുതുന്നവരെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, അത് ശക്തിയുടെ മാർഗമാണ്. യുഗങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്നാൽ ധീരതയാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം ധൈര്യവുമുണ്ട്. അവിടെ അവരുടെ ദൈവത്തെ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നതിന് പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്ന് കാട്ടിത്തരാൻ ഞങ്ങൾ അവിടത്തോടെ അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് ഇന്ന് എടുത്തത്, റിസെന്റ്മെന്റും പേടിയും. അപ്പം ഈ
ഇതിന്റെ ഒരു പ്രോമിസ് ആണ് അവിടെ നമ്മളിപ്പോ വായിച്ചത്. അതായത് ജസ്റ്റ് ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് വി ഡു തിങ്ക് വി ഫുഡ്, അതായത് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ കണ്ടെത്തി പട്ടികയാക്കി ഞങ്ങളെ അവിടെ സോറി അതല്ല ക്ഷണിക അവൻ ഏൽപ്പിച്ച പണി ചെയ്യാനാണ് ഞങ്ങൾ ഈ ലോകത്തിലുള്ളത്. അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനും വിനീതമായി അവനെ ആശ്രയിക്കാൻ വേണ്ടി മാത്രം സർവനാശത്തെ നന്മയോട് ചേർക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചേക്കും. അങ്ങനെ അതൊരു പ്രോമിസ് ആണ്. പിന്നെ വി നെവർ അപ്പോളജൈസ് ടു എനിവൺ ഫോർ ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ക്രിയേറ്റർ. അപ്പൊ 4-ാം പടിയുടെ പ്രോമിസ് ആണ് ആദ്യം വായിച്ചത്. അതുകൂടാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചതിന് നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല. വി നെവർ അപ്പോളജൈസ് ഫോർ ഗോഡ് ഇൻസ്റ്റെഡ് ഓഫ് വി ലെറ്റ് ഹിം ഡെമോൺസ്ട്രേറ്റ് ത്രൂ അസ്. അതായത് പകരം ഞങ്ങളുടെ അവിടത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് കാട്ടിത്തരാൻ ഞങ്ങൾ അവിടത്തേക്ക് അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. അറ്റ് വൺസ് വി കമൻസ് ടു ഔട്ട്ഗ്രോ ഫിയർ. അപ്പൊ ഇത്രയും ഭാഗങ്ങള്, അതായത് റിസെന്റ്മെന്റും ഭയത്തിന്റെയും ഒരു ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയത്. നമുക്കറിയാം നമ്മളുടെ സ്പോൺസേഴ്സ് പലപ്പോഴും ഈ പറയുന്ന ലിസ്റ്റ് എടുക്കുമ്പോൾ ചിലർ 4 കോളമാണ് വരയ്ക്കാറ്, ചിലർ 5 കോളം വരയ്ക്കാറുണ്ട്. അതിനകത്ത് ആദ്യത്തെ കോളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പീപ്പിൾ, പ്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്ലേ, പ്രിൻസിപ്പൾസ്, ആളുകളുടെ പേരുകളുടെ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥാപനങ്ങളുടെ ഒക്കെ പേരുകൾ എഴുതുക. പിന്നെ അടുത്തത് നമ്മുടെ കോളം നമ്പറിൽ ദ കോഴ്സ്, അതിന്റെ കാര്യങ്ങൾക്ക് 3-ാമത്തെ കോളത്തിൽ നമ്മുടെ ജന്മവാസനകളെ കുറിച്ച്, അതെങ്ങനെയാണ് നമ്മളെ ബാധിച്ചത്, സെൽഫ് എസ്റ്റീമിനെ ആണോ, പ്രൈഡിനെ ആണോ, ഇമോഷണൽ സെക്യൂരിറ്റി ആണോ, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണോ, ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, സെൽഫ് എസ്റ്റീം അഹങ്കാരം, പ്രൈഡ് ആത്മാഭിമാനം, ഇമോഷണൽ സെക്യൂരിറ്റി സുരക്ഷിതത്വം, വൈകാരിക സുരക്ഷിതത്വം, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സാമ്പത്തിക സുരക്ഷിതത്വം, ഫിസിക്കൽ സെക്യൂരിറ്റി നമ്മുടെ ശാരീരിക സുരക്ഷിതത്വം, അംബിഷൻസ് വിജയിക്കാനുള്ള അഭിനിവേശത്തെ ബാധിച്ചോ, പേഴ്സണൽ റിലേഷൻസ് വ്യക്തിപരമായ ബന്ധങ്ങൾ, സെക്സ് റിലേഷൻസ് എന്നാണ് 3-ാമത്തെ കോളത്തിൽ. അപ്പോൾ ആ 3 കോളം കഴിയുമ്പോൾ പിന്നീട് നമ്മൾ തയ്യാറാക്കുന്നത് സെപ്പറേറ്റ് പേജിൽ അതിനോട് അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു കോളം തയ്യാറാക്കാണ്. നമ്മൾ കോളം 4 എന്നോ കോളം 5 എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാം. അതിനകത്ത് നമ്മൾ നമ്മളുടെ തെറ്റുകളാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എവിടെയാണ് ഭയരഹിതരായത്, എവിടെയാണ് നമ്മൾ ഉത്തരവാദിത്വം ഇല്ലാതായത്, എവിടെയാണ് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാതിരുന്നത്, എവിടെയാണ് നമ്മൾ സത്യസന്ധരല്ലാതെ ഇരുന്നത്, സ്വാർത്ഥരായത്, സ്വാർത്ഥതയിൽ ഊന്നിയത്, ജഡ്ജ്മെന്റൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചത് എന്നൊക്കെയുള്ളതാണ്. അല്ലെങ്കിൽ തൻ കാര്യ അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ സ്വാർത്ഥ ബുദ്ധി, സെൽഫ് സീക്കിംഗ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ആദ്യത്തെ 3 കോളത്തിലൂടെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ അടുത്ത 4-5 കോളത്തിലൂടെ നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നു. അതായത് സെൽഫിഷിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വാർത്ഥതയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നോട്ട് സീയിങ് അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ തയ്യാറായില്ല. വാണ്ടിങ് തിങ്സ് മൈ വേ, എന്റെ വഴിയിലൂടെ എല്ലാ കാര്യങ്ങളും സംഭവിക്കണം. വാണ്ടിങ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, എനിക്ക് പ്രത്യേക പരിഗണന വേണം. വാണ്ടിങ് അതേഴ്സ് ടു മീറ്റ് മൈ നീഡ്സ്, കോഡ് ഡിപ്പെൻഡൻസ്, അതായത് എന്റെ ആവശ്യങ്ങൾ എല്ലാവരും നിറവേറ്റി തന്നെ. വാണ്ടിങ് ദാറ്റ് അതേഴ്സ്, വാണ്ടിങ് ടു കൺട്രോൾ, മറ്റുള്ളവരെ ഞാൻ കൺട്രോൾ ചെയ്യണം. തിങ്കിങ് ഐ ആം ബെറ്റർ, ഞാൻ മറ്റുള്ളവരെക്കാളും വളരെ നല്ലവനാണെന്നൊരു തോന്നൽ. വാണ്ടിങ് ടു ബി ദി ബെസ്റ്റ്, ഏറ്റവും നല്ലവനാകണം. തിങ്കിങ് അതേഴ്സ് ആർ ജെലസ്, മറ്റുള്ളവരെ കുറിച്ച് അസൂയോടെ ഓർക്കണം. വാണ്ടിങ് അതേഴ്സ് ടു ബി ലൈക്ക് മീ, മറ്റുള്ളവരെ എന്നെ പോലെ തന്നെ ചിന്തിക്കുക. ബീയിങ് മെസർലി പൊസസീവ്, വളരെ പൊസസീവായിട്ട് ചിന്തിക്കുക, സ്വാർത്ഥപരമായിട്ട്. വാണ്ടിങ് മോർ ദാൻ മൈ ഷെയർ, എനിക്ക് ആവശ്യമുള്ളതിനൊക്കെ കൂടുതൽ എനിക്ക് വേണം. റിയാക്ടിങ് ഫ്രം സെൽഫ് ലോത്തിങ്, സെൽഫ് റൈറ്റ്നെസ്, ടു കൺസേൺഡ് അബൌട്ട് മീ, വാണ്ടിങ് ടു ലുക്ക് ഗുഡ് ഓർ ടു ബി ലൈക്ക്, കൺസേൺഡ് ഓൺലി വിത്ത് മൈ നീഡ്സ്, എന്റെ ആവശ്യങ്ങൾ മാത്രം നോക്കുന്ന, അങ്ങനെയുള്ള സെൽഫിഷിനെ കുറിച്ച് കുറച്ച് ഉദാഹരണങ്ങളാണ്. ഡിസ്ഹോണസ്റ്റ്, നോട്ട് സീയിങ് ഓർ അഡ്മിറ്റിംഗ് വേർ ഐ വാസ് അറ്റ് ഫോൾട്ട്, ഞാൻ എവിടെയാണ് തെറ്റുകാരനെന്ന് ഞാൻ കണ്ടുപിടിക്കുകയില്ല. ഹാവിങ് എ സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ്, ഒരു ഉന്നത മനോഭാവവും തിങ്കിങ്ങും ചിന്താഗതികളും, അതായത് ഞാൻ വലിയവനാണ് അല്ലെങ്കിൽ ഐ ആം ബെറ്റർ എന്നുള്ളൊരു ചിന്ത, അതാണ് ഡിസ്ഹോണസ്റ്റ്. ബ്ലെയിമിങ് അതേഴ്സ് ഫോർ മൈ പ്രോബ്ലം, എന്റെ പ്രശ്നത്തിന് മറ്റുള്ളവരെ കുറ്റം പറയുക. നോട്ട് അഡ്മിറ്റിംഗ് ഐ ഹാവ് ഡൺ ദ സെയിം തിങ്, ഞാൻ അതേ കാര്യം ചെയ്തു എന്ന് സമ്മതിക്കാതിരിക്കുക. നോട്ട് എക്സ്പ്രസിങ് ഫീലിങ്സ് ഓർ ഐഡിയാസ്, എന്റെ ആശയങ്ങളും കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക. ഹൈഡിങ് റിയാലിറ്റി, യഥാർത്ഥ സംഭവത്തെ മറച്ചു വെക്കുക. ലൈയിങ്, നുണ പറയുക. ചീറ്റിംഗ്, പറ്റിക്കുക. സ്റ്റീലിംഗ്, കട്ടെടുക്കുക. ബ്രേക്കിംഗ് റൂൾസ്, നിയമം ബ്രേക്ക് ചെയ്യുക. ലൈയിങ് ടു മൈസെൽഫ്, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുക. സെറ്റിംഗ് മൈസെൽഫ് അപ്പ് ടു ബി റോങ്ഡ്, എക്സ്പെക്ടിങ് അതേഴ്സ് ടു ബി വാട്ട് ദേ ആർ നോട്ട്, ബീങ് പെർഫെക്ഷനിസ്റ്റ്, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളെന്നാണ്. അതാണ് ഡിസ്ഹോണസ്റ്റിന്റെ കുറെ ഉദാഹരണങ്ങൾ. ഫ്രൈറ്റൻഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഭയത്തെ കുറിച്ചാണ്. പീപ്പിൾസ് ഒപ്പീനിയൻസ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുമോ, അവരെന്നെ റിജക്ട് ചെയ്യുമോ, എന്നെ തള്ളുമോ, ഞാൻ ഒറ്റപ്പെടുമോ,
അധാർമികമായ രീതിയിലൂടെ ഞാൻ പോകേണ്ടി വരുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. സെൽഫ് സീക്കിങ്, സ്വാർത്ഥ ബുദ്ധി അല്ലെങ്കിൽ തൻകാര്യ അന്വേഷണം എന്നുള്ളതാണ് സെൽഫ് സീക്കിങ്. മാനിപ്പുലേറ്റിംഗ് അതേഴ്സ് ടു ഡു മൈ വിൽ, എന്റെ ആഗ്രഹത്തിനനുസരിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. എൻഗേജിങ് ഇൻ ക്യാരക്ടർ അസാസിനേഷൻ, മറ്റുള്ളവരെ കുറിച്ചുള്ള സ്വഭാവത്തിലെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് സ്വഭാവഹത്യ ചെയ്യുക. ആക്ടിങ് സുപ്പീരിയർ, ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കുക. ആക്ടിങ് ടു ഫിൽ എ വോയിഡ്, ഞാൻ ഏറ്റവും വലിയവനാണെന്ന് ചിന്തിക്കുക. എൻഗേജിങ് ഇൻ ഗ്ലൂട്ടണി ഓർ ലസ്റ്റിംഗ് അറ്റ്, മറ്റുള്ളവരെ കുറിച്ച് ദുർമോഹിയാവുക. ട്രൈങ് ടു കൺട്രോൾ അതേഴ്സ്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് ഗെറ്റ് വാട്ട് ഐ വാണ്ട്. അങ്ങനെ കുറെ ഉദാഹരണങ്ങൾ സ്റ്റെപ്പ് കോളം 5 റിവ്യൂവില് പറയുന്നുണ്ട്. പിന്നീട് പല സ്പോൺസേഴ്സ് നമ്മൾ ഈ ക്യാരക്ടർ ഡിഫക്ട്സിനെയൊക്കെ നമ്മൾ കണ്ടു. അഗ്രസീവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഗുഡ് നേച്ചേർഡ് അല്ലെങ്കിൽ ജെന്റിൽ, നല്ല സ്വഭാവത്തിലുള്ള മാന്യമായത്. ആംഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഫോർഗിവിങ്, ക്ഷമിക്കുക. കാം, ശാന്തനാവുക. ജനറസ്, ജനറസ് എന്ന് വെച്ചാൽ വളരെ വലിയ ഒരു മനസ്സോടുകൂടി ജീവിക്കുക. അപ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ഉദാസീനമായ എന്നുള്ളതാണ്. അതിനായിട്ട് ഇൻട്രസ്റ്റ്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നു. അപ്രഹെൻസീവ്, അത് എന്താവും? കാമാവും. ആർഗ്യുമെന്റൽ, ഞാൻ എപ്പോഴും വളരെയധികം തർക്ക വിഷയത്തിൽ ഏർപ്പെടുന്നവനാണെങ്കിലോ നമ്മൾ ഈ ഇത് ചെയ്ത് കഴിയുമ്പോൾ എഗ്രിയബിൾ ആവണം. എല്ലാ കാര്യങ്ങളോടും നമ്മൾ എഗ്രിയബിൾ ആവും. അത് നമ്മുടെ അസറ്റ് ആയിട്ട് മാറും. അപ്പൊ ക്യാരക്ടർ ഡിഫക്റ്റ് കുറെ കഴിയുമ്പോൾ നമുക്ക് അസറ്റ് ആയിട്ട് മാറുന്ന കാണാം. ചീറ്റിംഗ് എന്താവും? മറ്റുള്ളവരെ പറ്റിക്കൽ എന്താവും? ഹോണസ്റ്റ് ആയി മാറും, സത്യസന്ധതയായി മാറും. കമ്പൽസീവ്, നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് വിടും. ഡിഫെൻസീവ്, എല്ലാത്തിനും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരുത്തരാണ്. ഓപ്പൺ ടു ക്രിറ്റിസിസം, അതായത് നമ്മളെ വിമർശിക്കുന്നവരോട് പോലും തുറന്ന സമീപനം എടുക്കും. ഡിസ്ഹോണസ്റ്റ് ആകുമ്പോഴത്തേക്കും ഹോണസ്റ്റ് ആവും, അതായത് സത്യസന്ധത ഇല്ലാതെ സത്യസന്ധത വരും. അപ്പം ഈ പറയുന്ന ക്യാരക്ടർ ഡിഫക്ട്സ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അസറ്റായിട്ട് മാറുകയാണ്. ആയിരക്കണക്കിന് അസറ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ആയിരക്കണക്കിന് നമ്മൾ നോക്കിക്കഴിയുകയാണെങ്കിൽ. ഫിയർഫുൾ ആണെങ്കിലോ, നമ്മൾ ഭയമുള്ളവനാണെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് കറേജുള്ള, ധൈര്യമുള്ളവനായിട്ട് മാറും. നമ്മൾ ഗോസിപ്പ് ചെയ്യുന്നവനാണ്, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നവനാണെങ്കിലോ നമ്മൾ ക്ലോസർ നമ്മൾ വായടച്ചു വെക്കും. കൈൻഡ്, വളരെ ദയവുള്ളവനാണ്. പ്രൈസിങ്, നമ്മൾ മറ്റുള്ളവരെ പുകഴ്ത്തി സംസാരിക്കുക. പുകഴ്ത്തുന്നതിൽ പ്രൈസിംഗ് എന്ന് വെച്ചാൽ ചുമ്മാ വെറുതെ പ്രൈസ് ചെയ്യല്ല. അവർ ചെയ്ത താങ്ക് യു എന്ന് പറയും. അവർ ചെയ്തു തന്ന ഗുണങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. നമ്മുടെ മനസ്സിന് അതൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇംപേഷ്യന്റ് ആയിട്ടുള്ളത് പേഷ്യന്റ് ആവും. എന്നുവെച്ചാൽ അക്ഷമനായവൻ ക്ഷമയുള്ളവനാവും. അസഹനീയത, അതായത് ടോളറന്റ്, ഒരാൾ പറഞ്ഞ കേൾക്കാൻ പറ്റാത്തവൻ ടോളറന്റ് ആവും. അണ്ടർസ്റ്റാൻഡിങ് ആവും, മറ്റുള്ളവരെ മനസ്സിലാക്കും. പേഷ്യന്റ്, നന്നായിട്ട് ക്ഷമയുള്ളവനാവും. ഇറസ്പോൺസിബിൾ ആയിട്ട് ഒരാൾ എന്താവും? റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായി മാറും. ജലസ്, എപ്പോഴും അസൂയുള്ളവനാണ്. മറ്റുള്ളവരോട് ട്രസ്റ്റിംഗ് ആവും, അഡ്മിയറിംഗ് ആവും, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് മാറും. എപ്പോഴും മടിയുള്ളവനാണെങ്കിലോ അവൻ ഇൻഡസ്ട്രിയസ്, കോൺസ്റ്റിറ്റ്യൂഷ്യസ്, മടിയില്ലാത്ത ഒരാളായിട്ട്. ലൗഡ്, ഭയങ്കരമായിട്ട് ലൗഡ് ആയിട്ടുള്ള ടേസ്റ്റ്ഫുൾ ക്വയറ്റ് ആവും, വളരെ രുചികരമായിട്ട് ശാന്തരാവും. ലൈങ്, എപ്പോഴും ലൈ പറയുന്നവനാണേലോ, നുണ പറയുന്നവനാണേലോ അവൻ സത്യസന്ധനായി മാറും. നാഗിങ്, എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവനാണേലോ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ടീവായിട്ട് മാറും. പൊസസീവ്, എപ്പോഴും എനിക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹമുള്ളവനാണെങ്കിലോ ജനറസ് ആയിട്ട് മാറും, അല്ലേ? അപ്പോ റൂഡായിട്ടുള്ളവനാണേലോ വളരെയധികം മറ്റുള്ളവർ റൂഡ്, പൊളൈറ്റ് ആയിട്ടുള്ളവർ വളരെ ഇതായിട്ടാണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും പല ആളുകളും ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ടെന്നൊക്കെ നമ്മളോട് പറയില്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മാറുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ പ്രോഗ്രാമിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ ഈ ക്യാരക്ടർ ഡിഫക്ട്സ് മാറ്റി കഴിയുമ്പോൾ ആ ക്യാരക്ടർ ഡിഫക്ട്സ് നേരെ ഓപ്പോസിറ്റ് എന്താവും? അസറ്റ് ആവും. ഫ്ലോസ്, FLAWS, ഫ്ലോസ് എന്ന് ഒരു വാക്ക് ഇംഗ്ലീഷ് ബുക്കിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലോസ് എന്ന് വെച്ചാൽ ക്യാരക്ടർ ഡിഫക്ട്സ് ആണ്. അപ്പൊ ബിൽ ഡബ്ല്യു ഈ ബുക്ക് എഴുതാൻ നേരത്ത് ഒരേ അർത്ഥത്തിൽ വരുന്ന പല വാക്കുകളും പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ നമുക്ക് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും. ഇതന്നെ ക്യാരക്ടർ ഡിഫക്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് കമ്മിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്ലോസ് എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ കുറെ വാക്കുകൾ, സിൻസ് അതൊക്കെ എഴുതിയിട്ടുള്ള എനിക്ക് അങ്ങനെ പല രീതിയിൽ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. അൺഗ്രേറ്റ്ഫുൾ നമുക്ക് താങ്ക്ഫുൾ ആയിട്ട് മാറും. അൺസപ്പോർട്ടീവ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സപ്പോർട്ടീവ് ഇല്ലാത്ത ഒരാളായി വേണമെങ്കിൽ സപ്പോർട്ടീവ് ആവും. വയലന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ ജെന്റിലാവും, അല്ലെ? വൾഗർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പൊളൈറ്റ് ആവും. ഭയങ്കരമായിട്ട് വേടി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് മാറും.
അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ ജീവിതത്തിലെ യുദ്ധത്തിലാണ് നമ്മളല്ലേ, നമ്മളോട് തന്നെ ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധം നിർത്തി നമ്മൾ മൂന്നാം പടിയിൽ പുനർജനിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. രണ്ടാമതായിട്ട് നമുക്ക് ആ ഫിയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഒത്തിരി ഫിയർ ഉണ്ട്. 100 ഫോം ഓഫ് ഫിയർ എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. 100 കണക്കിന് ഭയങ്ങളുണ്ട്. അതിനകത്ത് നമുക്കൊരു ജോലി ഇല്ലായിരിക്കും, അപ്പൊ ജോലി ഇല്ലാത്തതിനെ കുറിച്ചുള്ള ഭയം, കടക്കാർ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുന്നുള്ള ഭയം, ഇത്തരം കാര്യങ്ങൾ ഒക്കെ നമ്മൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിലുണ്ടായ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കത് അസറ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. രാത്രിയെ ഭയമുള്ളവൻ, ഞാൻ ഈ ഹൈറ്റ് എനിക്ക് ഭയമാണ്. അപ്പൊ എന്നോട് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹൈറ്റിൽ വലിയ പലപ്പോഴും ഞാൻ ഈ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ എനിക്ക് പെട്ടെന്ന് പേടിയാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ സ്റ്റെപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പല രീതിയിലുള്ള സേവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സമയം നമ്മുടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പോകണം. എന്താണ് അടുത്ത ഭാഗം? ഇനി അല്പം ലൈംഗികത എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. അപ്പൊ അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? വളരെ സ്ലോവിലിയാണ് ഞാൻ പോയത്, കാരണം ഒരു ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ഇത് കേൾക്കുമ്പോഴോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴോ ഒക്കെ നമുക്കിത് എന്താണ് നമ്മുടെ ഈ ലിസ്റ്റ് എന്നും എന്തുകൊണ്ടാണ് ലിസ്റ്റ് എടുക്കേണ്ടതെന്നും ലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളുമാണ് നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ചത്. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.